ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, പിന്നെയും ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് യേശു കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ആവശ്യമായിരിക്കുന്ന ആത്മീയ ജ്ഞാനവും കർത്താവ് വചനത്തിൻ്റെ വെളിപ്പാടുകളും തന്ന് ഞങ്ങളെ സഹായിക്കുകയും നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിലിരിപ്പാനും തിരുവചനത്തിൻ്റെ കർത്താവ് മർമ്മങ്ങളെ ഗ്രഹിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും വചനം ഞങ്ങൾക്ക് ജീവനും ആത്മാവുമായിട്ട് മാറുവാൻ തക്കവണ്ണം അവിടുത്തെ വലിയ കൃപ ഞങ്ങളുടെ മേൽ കർത്താവ് വ്യാപരിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് തരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈ ക്ലാസ്സുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അതിനാധാരമായിട്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഈ പ്രാർത്ഥനയെ നാം പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ശരിയായിട്ട് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നു. യേശുക്രിസ്തു തന്നെയാണല്ലോ നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, പ്രേ ആഫ്റ്റർ ദിസ് മാനർ. ഈ രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നാം ആ പ്രാർത്ഥനയെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു. ഒന്നാമത്, നമുക്ക് ദൈവത്തോടും മറ്റ് മനുഷ്യരോടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സഹവിശ്വാസികളോടും എന്ത് വേണം? ബന്ധം വേണം. അപ്പോഴാണ് നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റുന്നത്? ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മളുടെ എല്ലാവരുടെയും പിതാവാണ്, എൻ്റെ മാത്രം പിതാവല്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ ആ ബന്ധത്തെക്കുറിച്ച് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. ആരുമായിട്ടും ഒരിക്കലും ബന്ധം നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാവരുമായിട്ട് എപ്പോഴും നല്ല ബന്ധത്തിൽ ഇരുന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പർ 2, രണ്ടാമത് നമ്മൾ ഈ പ്രാർത്ഥനയിൽ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. സോ വി നീഡ് ടു നോ അവർ റെസ്പോൺസിബിലിറ്റീസ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉത്തരവാദിത്ത ബന്ധിതമായിട്ടുള്ള അപേക്ഷകളാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കേണ്ടത്. 3 ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. 1, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ ദൈവത്തിൻ്റെ നാമം എത്ര വലുതാണ്, യേശുവിൻ്റെ നാമം എത്ര ഉന്നതമാണെന്നൊക്കെ നമ്മൾ പഠിക്കാനിടയായി. ആ നാമം ആളുകൾ അംഗീകരിക്കപ്പെടുവാൻ ഇടയാകണം. നാം നിമിത്തം അവൻ്റെ നാമം ഒരിക്കലും ദേശത്ത് ദുഷിക്കപ്പെടുവാൻ പാടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദൈവരാജ്യം വരണം, നിൻ്റെ രാജ്യം വരണം. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം വരും ഒരു ദിവസം നമുക്കറിയാം. പക്ഷെ നമ്മളുടെ ജീവിതം കാണുമ്പോൾ അത് ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള ദൈവരാജ്യത്തോടുള്ള സ്നേഹം ആ ദൈവരാജ്യത്തെ ബന്ധപ്പെടുത്തണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ എത്ര വിശുദ്ധ ജീവനം കഴിക്കണം, എത്ര ഹോളി ആയിരിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് വാട്ട് മാനർ ഓഫ് എ പേഴ്സൺ യു ആർ എന്ന പ്രയോഗം വേദപുസ്തകത്തിലുള്ളത് ചിന്തിപ്പിച്ചത് ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഓരോരുത്തരും ഏത് തരത്തിലുള്ള വ്യക്തികളാണ്? ദൈവത്തെ ഭയപ്പെടുന്നവരും വിശുദ്ധിയിൽ ജീവിക്കുന്നവരുമാണോ? നമ്മളുടെ ജീവിതം കാണുമ്പോൾ കർത്താവിന് വരാൻ തോന്നുമോ? ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ അപേക്ഷകൾ നിരർത്ഥകമാണ്. 3ാമത് നമ്മൾ പഠിച്ച കാര്യം, സ്വർഗത്തിലെ പോലെ നിൻ്റെ ഇഷ്ടം ഭൂമിയിലും. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് നടക്കുന്നത്, ഭൂമിയിലും ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ നടപ്പാകണം. ഈ 3 ഉത്തരവാദിത്തങ്ങൾ നാം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചില അപേക്ഷകൾ ദൈവസന്നിധിയിൽ വെക്കാം. അപ്പോൾ ഇന്ന് 3ാമത്തെ ഭാഗത്തേക്കാണ് നാം വരുന്നത്, റിക്വസ്റ്റ്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലയാളത്തിൽ റിക്വസ്റ്റ് എന്നുള്ള ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ റിക്വസ്റ്റ് എന്നുള്ളതിന് പ്രാർത്ഥന, അപേക്ഷ, യാചന, ആവശ്യപ്പെടുക, അഭ്യർത്ഥിക്കുക മുതലായ പദങ്ങളാണ് അർത്ഥമായിട്ട് കൊടുത്തിരിക്കുന്നത്. റിക്വസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഐ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില ആപ്ലിക്കേഷൻസിലൊക്കെ ഐ പ്രേ എന്ന് എഴുതാറുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ അപേക്ഷിക്കുന്നു, ഞാൻ യാചിക്കുന്നു, ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ അഭ്യർത്ഥിക്കുന്നു. ചിലപ്പോൾ നമ്മളുടെ നാട്ടിൽ മൈക്ക് കെട്ടി രാഷ്ട്രീയക്കാരൊക്കെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയാറുണ്ട്. അഭ്യർത്ഥന നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സൗകര്യമുള്ളവർ ചിലരൊക്കെ കേൾക്കും, ചിലർ കേട്ടില്ലെന്നിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അഭ്യർത്ഥിക്കുകയാണ്. ദൈവത്തോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്, ദൈവത്തോട് ചില കാര്യങ്ങൾ യാചിക്കുകയാണ്, ദൈവത്തോട് ചില കാര്യങ്ങൾ അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ
മോസ്റ്റ്ലി പീപ്പിൾ തിങ്ക് ഓഫ് ഇറ്റ് ആസ് ആസ്കിങ് ഫോർ തിങ്സ്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുക, യാചിക്കുക, ചോദിക്കുക എന്നാണ് പൊതുവെ ആളുകളുടെ മനസ്സിലുള്ളൊരു ധാരണ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നും നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. ഏതാണെങ്കിലും ആവശ്യങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. പൊതുവെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ആളുകളുടെ ഒരു ധാരണ, വിശ്വാസികളുടെ ഒരു ധാരണ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവത്തോട് ചോദിക്കുക എന്ന് മാത്രമാണ്. അതിൽ എനിക്കെന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ എന്നുള്ളതൊന്നും എൻ്റെ പ്രശ്നമല്ല. ഇതെല്ലാം തരാൻ ദൈവം ബാധ്യസ്ഥനാണ്. ഞാൻ ദൈവത്തോടങ്ങ് ചോദിക്കുന്നു, അപേക്ഷിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ എനി ട്രൂ പ്രെയർ, ഏത് ശരിയായ പ്രാർത്ഥനയിലും നമുക്ക് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അവഗണിക്കുവാൻ ഒക്കുകയില്ല. യു മസ്റ്റ് റിമെമ്പർ യുവർ റിലേഷൻഷിപ്പ് ആൻഡ് ഓൾസോ യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധം, അത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ദൈവം പറയുന്നത് എന്നോട് അടുത്ത് വരിക, ഞാൻ നിങ്ങളോടും അടുത്ത് വരും. നിങ്ങളുടെ ഏത് ആവശ്യത്തിൻ്റെ മധ്യത്തിലും നിങ്ങൾ കൃപാസനത്തോട് അടുത്ത് ചെല്ലണം. ദൈവത്തിൻ്റെ വചനത്തിൽ ഉടനീളം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കം ക്ലോസ് ടു മീ, ഡ്രോ നിയർ മീ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക. അതൊരു വലിയ ബന്ധമല്ലേ. ഞാൻ നിങ്ങളോട് അന്ന് അത് പഠിപ്പിച്ചപ്പോൾ സമയത്ത് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ചില ആളുകളെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം, കടമ്പകൾ കടക്കണം. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്തിരിക്കുന്ന ദൈവം പറയുകയാണ്, ഒരു കടമ്പയുമില്ല, ഒരു അപ്പോയിൻമെൻറ്റും വേണ്ട, യു കം ക്ലോസ് ടു മീ. അപ്പോൾ നമുക്ക് ആ ഒരു ബന്ധം ഹൃദയത്തിലുണ്ടെങ്കിൽ അങ്ങോട്ട് അടുത്ത് ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ടു മീറ്റ് യുവർ ഫാദർ ആൻഡ് ടു ടോക്ക് ടു ഹിം, യു നീഡ് ടു ഗെറ്റ് ക്ലോസർ ടു ഹിം. പിതാവായ ദൈവത്തോട് നമുക്ക് ചില കാര്യങ്ങൾ രഹസ്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വീട്ടിലെങ്ങനെ, ഡാഡിയോട് രഹസ്യം പറയണമെന്നുണ്ടെങ്കിൽ അടുക്കളയിലിരുന്ന് ഡ്രോയിങ് റൂമിലിരിക്കുന്ന ഡാഡിയോട് വിളിച്ചു പറയുകയാണോ ചെയ്യുന്നത്? അല്ലേ, നമ്മൾ അടുക്കളയിൽ നിന്ന് പതുക്കെ ഡാഡി ഇരിക്കുന്ന എൻ്റെ അടുക്ക വന്നിട്ട് എത്രയും ഡാഡിയുടെ ചെവിയോട് ക്ലോസ് ആകാമോ അത്രയും ക്ലോസ് ആയിട്ടാണ്, ആരും കേൾക്കാതെ ആ ചെവിയിൽ കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ കാര്യങ്ങൾ എല്ലാവരും കേൾക്കത്തക്ക തരത്തിൽ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ മൈക്ക് കെട്ടി വെച്ച് വിളിച്ചു പറയുകയല്ല. വി ഡ്രോ നിയർ ടു ഗോഡ്. നമ്മുടെ പിതാവിനോട് അടുക്ക ചെന്നിട്ട് അവൻ്റെ ചെവിയിൽ സ്വകാര്യമായിട്ട് എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ഞാൻ അവനോട് പറയുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും അവഗണിക്കാൻ ഒക്കുകയല്ല. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ ആവശ്യങ്ങൾ സമർപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതോടൊപ്പം എനിക്ക് മറ്റുള്ള വിശ്വാസികളോടും അങ്ങനെ അടുത്ത ഒരു ബന്ധം ഉണ്ടായിരിക്കണം. നീ അവിടെ ചെന്ന് ചെവി ചെന്ന് പറയുമ്പം നീ എന്താ അവനോട് കാണിച്ചതെന്ന് പിതാവ് ചോദിക്കാൻ ഇടയാകരുത്. നീഡ് വെരി ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാദർ ആസ് വെൽ ആസ് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മുടെ സഹോദരി സഹോദരന്മാരോടും പിതാവായ ദൈവത്തോടും അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് വേണം നമ്മുടെ ആവശ്യങ്ങളുമായി ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട്. അതുമാത്രമല്ല, വെൻ യു ഡ്രോ നിയർ യു മസ്റ്റ് ഓൾസോ ബി അവെയർ ഓഫ് യുവർ റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് ദൈവ രാജ്യത്തോടുള്ള ബന്ധത്തിൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ആഴമായ ഒരു അവബോധം ഉണ്ടാകണം. കാരണം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെന്നും ദൈവരാജ്യം വരണമെന്നും ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണമെന്നും ഒക്കെ എന്തെങ്കിലും ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? അതോ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ആവശ്യങ്ങളൊക്കെ ദൈവം ഇങ്ങോട്ട് തന്നാൽ മാത്രം മതി എന്നുള്ളൊരു ഭാവത്തിലാണോ അടുത്ത് ചെന്നിരിക്കുന്നതെന്നുള്ളതും ദൈവത്തിന് അറിയാൻ പറ്റും. നാം നമ്മെ തന്നെ ആ കാര്യത്തിലൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളോ നമ്മുടെ ആവശ്യങ്ങളോ ഒക്കെ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം നമ്മോട് പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, യെസ് ഇതെല്ലാം ഞാൻ തരാം, പക്ഷേ ഇത് ഞാൻ തരുമ്പോൾ ചില ആളിലൊക്കെ നമ്മളോട് ചോദിക്കുന്നത് പോലെ ചിലപ്പോൾ നൂലെ കെട്ടിയായിരിക്കുകയല്ല തരുന്നത്. നൂലെ കെട്ടി തരാൻ കഴിയുന്ന ഒരു ദൈവത്തെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ എപ്പോഴും നൂലെ കെട്ടി തരണമെന്നില്ല. ചിലപ്പോൾ നമ്മളോട് തന്നെ ചില കാര്യങ്ങൾ പോയി ചെയ്യാൻ പറയും. ഓർ ഹി വിൽ ആസ്ക്, ആർ യു അവൈലബിൾ? ഈ പ്രാർത്ഥനയുടെ ഉത്തരം ഞാൻ തരാം, പക്ഷെ നിൻ്റെ ഒരു പങ്കാളിത്തം കൂടെ എനിക്ക് ആവശ്യമുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളെ കൊണ്ട് വീണ്ടും ആണെങ്കിൽ ചിലപ്പോൾ ഒക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവത്തിനെല്ലാം അറിയാം. ദൈവത്തിന് അറിയാൻ മേലാത്ത ഒരു കാര്യമില്ല. അവൻ സർവ്വജ്ഞാനിയാണ്. എപ്പോൾ ചെയ്യണമെന്നും എന്ത് ചെയ്യണമെന്നും നമ്മൾ പറയാതെ തന്നെ നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് തന്നെ ആർക്കറിയാം? ദൈവത്തിനറിയാം. ദെൻ വൈ പ്രേ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ മെനക്കെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം അവനറിയാം. അവൻ്റെ ഇഷ്ടം പോലെ നമ്മൾ പ്രാർത്ഥിച്ചതും സ്വർഗത്തിൽ നിൻ്റെ ഇഷ്ടം നടക്കുന്ന പോലെ അല്ല ഭൂമിയിലും നിൻ്റെ ഇഷ്ടം നടക്കണമെന്നാണ്. അങ്ങ് നടത്തിക്കോ. അതായത് ഞങ്ങളിനിയിപ്പം പ്രത്യേകിച്ച് നിന്നോട് എന്താ പ്രാർത്ഥിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വെളിപ്പാട്, ചിലപ്പോൾ ആരെങ്കിലും തർക്കുത്തരത്തിനെങ്കിലും പ്രാർത്ഥിക്കുന്ന നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് നിങ്ങൾക്ക് പലപ്പോഴും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞുതരാം. ദൈവത്തിനെല്ലാം അറിയാം,
എപ്പോഴും ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ചെയ്യും. ദെൻ വൈ യു പ്രേ എന്ന് ചോദിച്ചാൽ നമുക്ക് ചില വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരും. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ ലേഖനം, നമ്മൾ പ്രാർത്ഥിച്ചത്, നമ്മൾ ഭാവിക്കുന്നത് നിൻ്റെ നാമം മഹത്വപ്പെടണം, നിൻ്റെ രാജ്യം വരണം, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. എന്നിട്ട് ചില കാര്യങ്ങൾ ദൈവത്തോട് പറയാനായിട്ടാണ് നമ്മൾ അടുത്ത് ചെല്ലുന്നത്. അപ്പോഴും എപ്പോഴും നമ്മൾ വിശ്വാസികളാണെങ്കിൽ, ദൈവത്തോട് ബന്ധമുള്ള ആളുകളാണെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ഞങ്ങൾ, ഇപ്പം നമുക്ക് നമ്മളെ കൂട്ടത്തിൽ വെക്കാമല്ലോ അല്ലേ? അതായത് ഞങ്ങൾ എന്നവിടെ പൗലോസ് പറയുന്നത് ദോസ് പീപ്പിൾ ഹു നോ ദ ലോഡ്, ഹു വർക്ക് ഫോർ ദ ലോഡ്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, കർത്താവിൻ്റെ വിളി തിരിച്ചറിഞ്ഞ, ദൈവവേലയിലായിരിക്കുന്ന, പ്രാർത്ഥിക്കുന്നതിനും കൂട്ടായ്മയ്ക്കൊക്കെ പോകുന്ന ആളുകളെക്കുറിച്ചാണ് അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. വി ആർ കോ വർക്കേഴ്സ്, വി ആർ പാർട്ട്നേഴ്സ് വിത്ത് ഗോഡ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെ സഹപ്രവർത്തകരാണ്, കൂട്ടുവേലക്കാരാണ്, ഞങ്ങൾ ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, നാം ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ദൈവനാമം മഹത്വപ്പെടണമെന്നും ദൈവരാജ്യം വരണമെന്നും അവൻ്റെ ഇഷ്ടം നടക്കണമെന്നും ഒക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ നാം തിരിച്ചറിഞ്ഞിട്ട് അതിനോട് ചേർന്ന് നിന്നാണ് നാം പ്രവർത്തിക്കേണ്ടത്. വി ആർ പാർട്ട്നേഴ്സ്, വി ആർ കോ വർക്കേഴ്സ് വിത്ത് ഗോഡ്. അതിൻ്റെ അടുത്ത ലൈൻ വായിച്ചാൽ, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എഴുത്തൊക്കെ വായിക്കുന്ന ആർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നോ, ആരുടെ കാര്യങ്ങൾ ദൈവത്തോട് പറയാനായിട്ട് പോകുന്നോ അവരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. അപ്പോൾ ദൈവത്തിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസർ ആരാണ്? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ ജില്ലയിലും കൃഷി വകുപ്പും കൃഷി ഓഫീസറും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാർഷിക ആവശ്യങ്ങളുണ്ടെങ്കിൽ എവിടെ ചെല്ലണം? ഓഫീസർ. അപ്പോൾ നമ്മളിവിടെ ദൈവരാജ്യത്തിൽ ദൈവവചനവും കേൾക്കുന്ന ആളുകളും അത് അനുവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഒക്കെ ദൈവത്തിൻ്റെ കൃഷിയാണെങ്കിൽ ഈ കൃഷി എങ്ങനെ പോകണം, എങ്ങനെ കീടങ്ങളെ ഉന്മൂലനം ചെയ്യണം, ഏത് വളം കൊടുക്കണം എന്നൊക്കെ അറിയണമെങ്കിൽ ഏത് ഓഫീസറോട് ചോദിക്കണം? ദൈവത്തോട് അതിൻ്റെ മോളിൽ പറഞ്ഞിട്ടുണ്ട്, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. 7-ാം വാക്യം, ഗോഡ് ഗിവത്ത് ദ ഇൻക്രീസ്. ഇതിനെ വളർത്തുന്ന, അപ്പോൾ അത് എങ്ങനെ വളരണം, ഇത് ഏത് തരത്തിലാണ് ഇതിൻ്റെ കൾട്ടിവേഷനും എൻ്റെ മാനുവറിങ്ങും എല്ലാം കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഏത് ഓഫീസറോട് ചോദിക്കണം? കൃഷി ഓഫീസർ. ദാറ്റ് ഈസ് അവർ ഗോഡ്. ഗൃഹനിർമ്മാണമാണെങ്കിൽ ദ മാസ്റ്റർ ആർക്കിടെക്റ്റ്. ഈ വീടിൻ്റെ പ്ലാൻ വരച്ച, അതിനെ നിയന്ത്രിക്കുന്ന ഒരു ആർക്കിടെക്റ്റ്, ഒരു എൻജിനീയറുണ്ട്, അത് ദൈവമാണ്. അപ്പം നമ്മൾ ഈ വരച്ച എൻജിനീയർ സൈറ്റിൽ നിന്ന് എല്ലാ പണിയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? കൃഷി ഓഫീസർ ഈ ഏല ഓഫീസിലിരിക്കുന്ന അല്ലാതെ പാടത്ത് വന്ന് എല്ലാ പണിയും വല്ലപ്പോഴും ഒക്കെ ഒന്ന് വരുമായിരിക്കും. നിങ്ങൾ ഈ നാട്ടുകാരാണോ? അതോ ഓഫീസർ എന്നും ഈ നെൽകൃഷിയുടെ പാടത്ത് തന്നെ നിൽക്കുകയാണോ? അല്ല. അവിടെ ആരാ പണിയേണ്ടത്? പണിക്കാരാ വേണ്ടത്. നമ്മൾ ആണ് അവിടെ പണിയേണ്ടത്. ഞങ്ങൾ ദൈവത്തിൻ്റെ, അപ്പോൾ ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച്, ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച്. അതുകൊണ്ട് ഈ ആർക്കിടെക്റ്റ് ഒരു പ്ലാൻ വരച്ച പണിക്കാരൻ്റെ കൊടുത്തേക്കും. നിങ്ങളൊക്കെ വീട് പണിതിട്ടുണ്ടെങ്കിൽ, പണിയിച്ചിട്ടുണ്ടെങ്കിൽ, കെട്ടിടം പണിയുണ്ടെങ്കിൽ, എൻജിനീയർ അവിടെ നിന്ന് നോക്കി പണിയിക്കുന്നത് വളരെ അപൂർവ സന്ദർഭങ്ങളിലൊക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, എൻജിനീയർ വന്നായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ഇന്നലെ വന്നായിരുന്നു, ഇനി എന്ന് വരും? ഇനി 1 മാസം കഴിഞ്ഞേ വരുള്ളൂ. കാരണം അതുവരെ പണിയേണ്ട കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്കറിയാം. പിന്നെ ഇവർക്ക് സംശയം വന്നാൽ ഇവരെന്ത് ചെയ്യും? അപ്പം തന്നെ എൻജിനീയറെ വിളിച്ചു ചോദിക്കും. ഇങ്ങനെയൊക്കെയല്ലേ നാട്ടിൽ നടക്കുന്നത്. പക്ഷെ ബൈബിളിലേക്ക് മാത്രം വരുമ്പം നമുക്കിതൊന്നും അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് പഠിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സോ വൈ പ്രേ. എന്തിനാ പ്രാർത്ഥിക്കുന്ന? വീടങ്ങ് പണിതാൽ പോരെ, നെല്ലങ്ങ് കൃഷി ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും ഈ മാസ്റ്റർ ആർക്കിടെക്റ്റിൻ്റെ, മാസ്റ്റർ അഗ്രികൾച്ചറിസ്റ്റിൻ്റെ സഹായം വേണം, ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കോൾ അപ്പോൺ മീ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം, ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് എന്നിട്ട് അത് വിളിച്ചപേക്ഷിച്ചവരുത്തും പറയുകയാണ്, ദിസ് പുവർ മാൻ ക്രൈഡ്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന് തിരക്കൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
നിങ്ങളുടെ വിളി ഇപ്പോഴല്ലായിരുന്നു വരേണ്ടതെന്നോ ഇത് പ്രോട്ടോകോൾ അനുസരിച്ചല്ലെന്നോ ഒന്നും ദൈവം പറയുകയല്ല. എനി ടൈം യു ക്യാൻ കോൾ അപ്പോൺ ഹിസ് നെയിം. ഏത് സമയത്തും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. അവൻ നിങ്ങൾക്ക് ഉത്തരമരുളി ഏത് തരത്തിലാണ് ഈ പണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും നാം പ്രാർത്ഥിക്കണം. നാം അവൻ്റെ കൂട്ടുവേലക്കാരാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ദൈവദാസനും വേദപുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ദൗത്യം നിർവഹിച്ച ആളുമാണ് മോശ. മോശയെ പരിചയമില്ലാത്ത വേദപുസ്തകം പരിചയമുള്ള ആളുകൾ ഉണ്ടാകുകയില്ലെന്ന് എനിക്കറിയാം. മോശയുടെ ഹൃദയത്തിൽ മിസ്രൈമിലായിരുന്ന കാലഘട്ടം മുതലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആഗ്രഹം? ആർക്കെങ്കിലും അറിയാമോ? ആരെങ്കിലും ഒന്ന് ഒരു വൈൽഡ് ഇമാജിനേഷനെങ്കിലും. വാട്ട് വാസ് ദ ഡിസയർ ഓഫ് ദ ഹാർട്ട് ഓഫ് മോസസ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്? ആദ്യകാലം മുതൽ തന്നെ മോശയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നിരിക്കണം? മോശയ്ക്കൊരു കാര്യം അറിയാം, ഞാനൊരു ഒറിജിനൽ ഈജിപ്ഷ്യൻ അല്ല. ഐ എം നോട്ട് ആൻ ഒറിജിനൽ ഈജിപ്ഷ്യൻ. ഞാനൊരു മിസ്രൈംകാരനല്ല. ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നു മാത്രമേ ഉള്ളൂ. എന്നെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത്, എൻ്റെ മാതാപിതാക്കൾ എബ്രായ മാതാപിതാക്കളാണ്, എന്നെ ഈ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് അമ്മ മുല കൊടുത്ത് വളർത്തിയ സമയത്ത്, ശമ്പളം മേടിച്ച് മുല കൊടുത്ത് വളർത്തിയ സമയത്ത് മിക്കവാറും ഈ കാര്യങ്ങളൊക്കെ മോശയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മോശയുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ആദ്യകാലം മുതൽ തന്നെ കിടക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ ഈ ജനത്തെ വിടുവിക്കണം, കർത്താവേ ഈ ജനത്തെ വിടുവിക്കണം. അവരെ അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത കഥയൊക്കെ നിങ്ങൾക്ക് വേദപുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. പക്ഷേ അതിനനുസരിച്ച് ഇവിടെ എന്താ സംഭവിച്ചത്? പീഡനം വർദ്ധിക്കുന്നു. കഥയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പീഡനം വർദ്ധിക്കുന്നു. ഫറവോൻ പറയുകയാണ്, നിങ്ങൾ മടിയന്മാരാണ്, നിങ്ങൾ അതുകൊണ്ടാണ് ഇവിടുന്ന് പോകണമെന്നൊക്കെ പറയുന്നത്. ഐ എം നോട്ട് ഗോയിങ് ടു ഡു എനി ഫേവർ. ഒരു ദാക്ഷിണ്യവും നിങ്ങളോട് കാണിക്കാൻ പോകുന്നില്ല. അങ്ങനെ അവസാനം മോശയുടെ കയ്യിലിരിപ്പുണ്ട്. മോശയുടെ കയ്യിലിരിപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവരെ വിടുവിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായതുകൊണ്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ആൻഡ് ഇറ്റ് ടുക്ക് 40 years. അപ്പോൾ ഈ 40 കൊല്ലം മോശ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കാണുമോ? യെസ്. പിന്നെ മരുഭൂമിയിൽ പോയി ആടുകളെയൊക്കെ മേയിച്ചുകൊണ്ട് നടന്ന സമയത്തും പ്രാർത്ഥിച്ച് കാണുമോ? തീർച്ചയായിട്ടും. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വന്നുകൊണ്ടിരുന്ന ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജനം അവരടിമത്തത്തിലിരിക്കുന്നു, അവരെ വിടുവിക്കണം. അതിന് ദൈവം ആരെയെങ്കിലും അയച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഞാൻ രാജകൊട്ടാരത്തിലിരുന്ന് നോക്കിയിട്ട് കാര്യം നടന്നില്ല. ഇനി എങ്ങനെ ആയിരിക്കുമോ ദൈവമേ, നീ എന്തെങ്കിലും ചെയ്യണമേ. ആൻഡ് ഹി കണ്ടിന്യൂഡ് പ്രേയിങ് ലൈക്ക് ദിസ്. ആൻഡ് വൺ ഡേ ഗോഡ് കെയിം. ഒരു ദിവസം ദൈവം വന്നിട്ട് ചോദിച്ചു, ഐ എം ഗോയിങ് ടു ആൻസർ. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരിക്കും ചിലപ്പോൾ. ഐ എം ഗോയിങ് ടു ആൻസർ യുവർ പ്രെയർ. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാൻ പോവുകയാണ്. വിൽ യു ബി പാർട്ട് ഓഫ് ഇറ്റ്? അതിൻ്റെ പങ്കാളിത്തം വഹിക്കുവാൻ, അതിൽ ചേർന്ന് നിൽക്കുവാൻ, എൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ, എൻ്റെ പാർട്ട്ണറാകുവാൻ, എൻ്റെ കോവർക്കറാകുവാൻ നീ തയ്യാറാണോ? ഈ ചോദ്യം പലപ്പോഴും നമ്മളുടെ അടുക്കലും വരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ സൂക്ഷിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കണം. സൂക്ഷിക്കണമെന്നല്ലെങ്കിൽ അത് തിരുത്താം. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും പലരും പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്. വെൻ യു പ്രേ, ഞാനിതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം, കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങളൊക്കെ കൊയ്ത്തിനായിട്ട് വിളഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു അരിവാൾ മേടിച്ച് ഫീൽഡിലേക്ക് പോയി വേഗം കൊയ്തെടുക്കുക എന്നാണോ പറഞ്ഞത്? പിന്നെന്താ പറഞ്ഞത്? കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാരെ അയക്കുവാൻ അപേക്ഷിപ്പീൻ, ആസ്ക് എന്നാ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന പറഞ്ഞത്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം പറയും, അരിവാൾ മേടിക്ക്, നീ പോകുമെന്ന് പറയും. ക്യാൻ യു ഗോ? ഞാൻ ആരെ അയക്കേണ്ടു? ആരെനിക്ക് വേണ്ടി പോകും? നീ പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു എന്ന് വരാം. ആൻഡ് ദാറ്റ്സ് എ ടൈം യു ഹാവ് ടു ഗോ. അല്ല, നമ്മൾ തന്നെ മോശയ്ക്ക് പറ്റിയ അബദ്ധം അതാണ്. മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. തല്ലിക്കൊല്ലാനും കാര്യം തീർക്കാനും ഒന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു. ഹി ഹാഡ് ടു വെയിറ്റ്. പക്ഷെ ആളുകൾക്ക് ഏറ്റവും പ്രശ്നമുള്ള കാര്യം അതാണ്. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഒക്കുകയില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും. ഏതാണെങ്കിലും അതല്ല ഇപ്പം എൻ്റെ വിഷയം. മോശ കുറേ കാലം പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് വന്നപ്പോൾ ദൈവം ചോദിച്ച ഒരു കാര്യം, മോസസ്, ക്യാൻ യു ഹെൽപ്പ് ആൻസർ യുവർ പ്രെയർ? നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഞാൻ തരാൻ പോവുകയാണ്, നീ എന്നെ ഒന്ന് സഹായിക്കാമോ?
എനിക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ട്. എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുകയാണ്. Now let's turn to നെഹമ്യ. നമ്മൾ നെഹമ്യാവിൻ്റെ കാര്യം ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ, നെഹമ്യാവ് ഈ യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ അവൻ കുത്തിയിരുന്നു, കരഞ്ഞു, ഉപവസിച്ചു, ദുഃഖിച്ചു. നെഹമ്യാവിൻ്റെ പുസ്തകം നിങ്ങളെടുത്താൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, മോശയുടെ ചരിത്രം പോലെ അത്രയും വിശദമായി കിടക്കുന്ന ഒരു ചരിത്രം അല്ലല്ലോ നെഹമ്യാവിൻ്റെ. അതുകൊണ്ട് പെട്ടെന്ന് വേണമെങ്കിൽ വായിക്കാം. ഹഖല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ ക്ലിസേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദിയും എന്ന ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു, അതിന്റെ വാതിലുകൾ തീ വെച്ചും ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ he came to know about the condition of the desolation of Jerusalem. യെരൂശലേം ഇങ്ങനെ ശൂന്യമായി കിടക്കുന്നു, അവിടെ വല്ലാത്ത അവസ്ഥയാണെന്നുള്ള ന്യൂസ് അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? ഈ വാർത്ത കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാണ്? എത്ര കാലം പ്രാർത്ഥിച്ചു കാണും? 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ, 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ, അർത്തഹശ്ശ്വസ്ത രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ ന്യൂസ് കേട്ടത് ഏത് മാസത്തിലായിരുന്നു? 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ. നമുക്ക് മാസം ഒന്നും പ്രശ്നമല്ലല്ലേ, അത് അതൊക്കെ നോക്കണം. കീസ്ലേവ് എന്ന് പറഞ്ഞാൽ 9-ാമത്തെ മാസമാണ്, നിസാൻ എന്ന് പറയുന്നത് 1-ാം മാസമാണ്. അപ്പോൾ എത്ര മാസം പ്രാർത്ഥിച്ചു? 4 മാസം പ്രാർത്ഥിച്ചു. നമ്മൾ വായിച്ചു വിടുമ്പം കുറച്ച് വാക്യങ്ങളെ വായിക്കുന്നുള്ളൂ. ബട്ട് നെഹമ്യ കണ്ടിന്യൂഡ് പ്രേയിങ് ഫോർ ജെറൂസലേം ഫോർ 4 months. 40 കൊല്ലമൊന്നും പ്രാർത്ഥിച്ചില്ല, 4 മാസം നിരന്തരം പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചു. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ മാലാഖമാരെ അയച്ച്, അല്ലേ, ദൈവദൂതന്മാരെ അയച്ച് യെരൂശലേമിൻ്റെ മതിൽ ഞാൻ പണിയാൻ പോവുകയാണ്, നീ കണ്ടോണം, ഞാനൊരത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ പ്രതീക്ഷിക്കും. ദൈവം എന്ത് ചെയ്യണം? യെരൂശലേമിൻ്റെ മതിൽ പൊങ്ങി വരട്ടെ, വാതിലുകൾ അതതിൻ്റെ സ്ഥാനത്ത്, അങ്ങനെ പറഞ്ഞാൽ വരികയല്ലേ? ദൈവത്തിന് അതിന് കഴിവുണ്ടോ? കഴിവുണ്ടോ? ആ, കഴിവുണ്ട്. ദൈവം അങ്ങനെ ആകട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനും ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ നന്നാക്കുവാനും ഒന്നും ആരുടെയും സഹായം ദൈവത്തിന് ആവശ്യമില്ല. പക്ഷെ ദൈവം അങ്ങനെ അല്ല നെഹമ്യാവിന് ഉത്തരം നൽകിയെന്നുള്ളത് വേദപുസ്തകം വായിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. നെഹമ്യാവിനോട് ദൈവം പറഞ്ഞ കാര്യം എന്താണ്? യു ഗോ, നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കാൻ പോവുകയാണ്, ആ ഉത്തരവാദിത്വം നീയാണ് ഏറ്റെടുക്കേണ്ടത്. ക്യാൻ യു ഗോ എന്നാണ് ചോദിച്ചത്. നിനക്ക് പോയി ആ ജോലി ചെയ്യാനായിട്ട് മനസ്സുണ്ടോ? ഐ വിൽ സെൻഡ് യു. അങ്ങനെ നീ പോകാൻ തയ്യാറാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ അനുകൂലമാക്കി തരാം, രാജാവിൻ്റെ കൽപ്പന നിനക്ക് കിട്ടും, പണിയാനുള്ള സാഹചര്യങ്ങളും സാധനങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. അതിനിടയ്ക്ക് പിശാച് കുഴപ്പമുണ്ടാക്കും, പേടിക്കണ്ട, ഞാൻ പ്രവാചകന്മാരെ അയച്ച് ധൈര്യപ്പെടുത്താം. ആൻഡ് സോ മെനി തിങ്സ് ദൈവവും നെഹമ്യാവുമായിട്ടിരുന്ന് സംസാരിച്ച് കാണും. പക്ഷേ ഈ പ്രാർത്ഥനയുടെ ഉത്തരത്തിൻ്റെ പങ്കാളി ആയി വരേണ്ടിയിരുന്നത് ആരായിരുന്നു? നെഹമ്യാവ് തന്നെയാണ്. ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. നാം പലപ്പോഴും പറയുന്നത് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ അങ്ങോട്ട് അത്ഭുതകരമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നൂലെ കെട്ടി ഇങ്ങ് തന്നോണം. ഞാനിവിടെ ഇരുന്ന ആകപ്പാടെ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ബാക്കിയൊക്കെ ആര് ചെയ്തോണം? ദൈവം ചെയ്തോണം. അല്ല. അപ്പം നിങ്ങൾ വേദപുസ്തകത്തെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. നാം ദൈവത്തിൻ്റെ സഹപ്രവർത്തകരാണ്, നാം ദൈവത്തിൻ്റെ പാർട്ട്നേഴ്സാണ്, കൂട്ടുവേലക്കാരാണ്. ദൈവം പ്രവർത്തിക്കുന്നു, നമ്മളും കൂടി പ്രവർത്തിക്കാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ, ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, സോ ഗോഡ് ഈസ് ലുക്കിംഗ് ഇൻ യുവർ ഹാർട്ട് വെൻ യു പ്രേ. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നോക്കിയിട്ട് ചോദിക്കും, ആർ യു റിയലി സിൻസിയർ, ആർ യു അവൈലബിൾ, ആർ യു വില്ലിങ്. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ശരി, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ ഞാൻ കേട്ടു, ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഞാൻ തരാൻ പോവുകയാണ്, അത് ഏറ്റെടുക്കുവാൻ, അതിൻ്റെ പങ്കാളിയാകുവാൻ, അതിന് എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ നീ തയ്യാറാണോ? നീ ലഭ്യമാണോ? നീ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യുമോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു.
ഞാൻ പറഞ്ഞത് പറയുന്ന പോലെ ചെയ്യാൻ നിനക്ക്. അപ്പോഴാണ് മോശ ഒരുപാട് 1000 തടസ്സങ്ങൾ പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ കഴിയുകയില്ല, എനിക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ അറിയത്തില്ല, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതിനെല്ലാം ദൈവം മറുപടി കൊടുത്തോ? നെഹമ്യാവിന് എല്ലാ കാര്യത്തിനും ദൈവം മറുപടി കൊടുത്തു. നിങ്ങളിങ്ങനെ ഏതൊരു ദൈവദാസനെയും അവൻ്റെ പ്രവർത്തനത്തെയും ബൈബിളിൽ നിന്ന് എടുത്തൊന്ന് പഠിച്ചു നോക്കിയേ. നമുക്കൊത്തിരി ചോദ്യങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാകാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തന്നിട്ട് നമ്മെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കുന്ന ദൈവം. ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, ദൈവത്തിന് ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുള്ളതുകൊണ്ടല്ല, ദൈവത്തിന് ദൂതന്മാരില്ലാത്തത് കൊണ്ടല്ല. നാം പുസ്തകത്തിൽ വായിക്കുന്നത് അവൻ്റെ ആജ്ഞാനുവർത്തികളായി 1000 ദൂതന്മാർ അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നാൽ അവൻ ദൂതന്മാരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നു. ദൂതന്മാരെക്കാൾ അവൻ നമ്മളെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കുവാൻ, കാരണം നാം അവൻ്റെ കൂട്ടുവേലക്കാരാണ്, നാം അവൻ്റെ ഗ്രഹനിർമ്മാണമാണ്, നാം അവൻ്റെ കൃഷിയാണ്. അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് നാം തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും, ഇനി ഇതുവരെ ഞാൻ പറഞ്ഞത് മോശയും നെഹമ്യാവും ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കേട്ടാൽ മതിയായിരുന്നു. ഇനി നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പോവാം. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ വടക്കേ ഇന്ത്യയിലെ മിഷണറിമാരെ ഞങ്ങൾക്കോ പോകാൻ പറ്റിയില്ല, അവർക്ക് ആവശ്യമുള്ളതെല്ലാം നീ കൊടുത്തവരെ പ്രാർത്ഥിക്കാറില്ലേ? ഞങ്ങൾ UP-യിലെ മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഒറീസയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബീഹാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് വണ്ടിയില്ല, അവർക്ക് ആഹാരമില്ല. ചിലപ്പോൾ കർത്താവ് പെതുക്കെ ചെവി ചോദിക്കും, വാട്ട് ക്യാൻ യു ഗീവ്? നിങ്ങൾക്കെന്ത് കൊടുക്കുവാൻ കഴിയും? നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ കഴിയുകയല്ലേ എന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും കേട്ടോ. പക്ഷെ നമുക്കൊരു ഗുണമുണ്ടല്ലോ, ഈ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ ഉത്തരം കേൾക്കാനൊന്നും ഇല്ലേ. നമ്മുടെ പ്രധാന ജോലി എന്താണ്? എല്ലാ കാര്യങ്ങളും അഭ്യർത്ഥിക്കുന്നു, മൈക്ക് കേട്ടി ദൈവത്തോട് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, യാചിക്കുന്നു എന്ന് പറഞ്ഞേച്ച് നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ജോലിക്ക് പോയി. ബാക്കിയൊക്കെ ആര് ചെയ്തോണം? എനിക്ക് തോന്നുന്നു പലപ്പോഴും കർത്താവ് വന്നിട്ട് നമ്മളെ കിട്ടാത്തതുകൊണ്ട് വേറെ പലരെ കൊണ്ടും ചെയ്യിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്തിരി നേരം അവിടെ ഒന്ന് ഇരിക്കണം പ്രാർത്ഥന കഴിഞ്ഞിട്ട്. കർത്താവെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു, എന്നോട് എന്തെങ്കിലും ഒന്ന് പറയണം എന്ന്. ചിലപ്പോൾ നമ്മൾ പിന്മാറ്റക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്മാറ്റക്കാർ അവരെന്തുകൊണ്ടാണ് പിന്മാറിപ്പോയത്? അത് നമുക്ക് വിഷയമല്ല. കർത്താവെ പിന്മാറ്റക്കാരെ മടക്കി വരുത്തണമേ, തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നവരെ നീ നേരെ. ചിലപ്പോൾ കർത്താവ് ചെവി ചോദിക്കുന്നത്, വാട്ട് ക്യാൻ യു ഡു അബൌട്ട് ഇറ്റ്? നിങ്ങൾക്ക് ആ പിന്മാറ്റക്കാരൻ്റെ അടുക്കൽ പോയി ഒരുത്തൻ സത്യം വിട്ട് തെറ്റിയാൽ മറ്റൊരുത്തൻ അവനെ മടക്കി വരുത്തിയാൽ, ദൈവം മടക്കി വരുത്തിയാൽ എന്നല്ല പറഞ്ഞത്, ഇഫ് സമ്മൺ ട്രൈസ് ടു ബ്രിങ് ഹിം ബാക്ക്. അപ്പോൾ ദൈവത്തിന് മടക്കി വരുത്താൻ കഴിയും, പക്ഷെ മടക്കി വരുത്താൻ ഒരു മനുഷ്യൻ്റെ സഹായം ദൈവം പലപ്പോഴും എന്തിനാണ് അങ്ങനെ തേടുന്നത്? അതെന്തിനാണ് ദൈവം അങ്ങനെ തേടുന്നത്? ദൈവത്തിന് തന്നെ നിങ്ങൾ ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വല്ല പ്രതിഫലം തരാൻ വേണ്ടിയാണ് കേട്ടോ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുവാൻ, പ്രതിഫലം കൊടുക്കുവാൻ. അപ്പോൾ അതെന്തേലും തരണമെങ്കിൽ നമ്മളെന്തേലും ചെയ്യണ്ടേ? ചെയ്യാൻ അവസരം വേണ്ടേ? അത് ദൈവം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അനേകർ രക്ഷിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിലോ? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ചിലപ്പോൾ ദൈവം പോയി പ്രവർത്തിക്കുവാൻ പറയുമ്പോൾ അതിനും കൂടി നാം, അപ്പോൾ ഈ ഒരു മനോഭാവത്തോടു കൂടെ വേണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം ദൈവസന്നിധിയിൽ ആവശ്യങ്ങൾ സമർപ്പിക്കുവാൻ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കഥ ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. കഥ പിന്നെ നിങ്ങൾ മറന്നുപോകും, പിന്നെ ഓർക്കുമ്പം എളുപ്പമായിരിക്കും. ഞാൻ അധികം കഥ പറയാത്ത ആളുമാണ്, എങ്കിലും കഥ അറിയാൻ മേലാത്തതുകൊണ്ടല്ല, കഥ പറഞ്ഞ് കേൾപ്പിച്ച് നിങ്ങളെ രസിപ്പിക്കലല്ല എൻ്റെ ജോലി എന്നുള്ളതുകൊണ്ടാണ്. എങ്കിലും ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഒരിക്കൽ ഒരു സഭയിൽ വളരെ ദരിദ്രന്മാരായ ആളുകൾ മാത്രം ആരാധിക്കുന്ന ഒരു സഭ, ഒരു ധനികൻ മാത്രം ആ സഭയിലുണ്ട്. അപ്പോൾ ഈ പാസ്റ്റർക്ക് ഈ സമ്പത്തിൻ്റെ ഒരു വീതം ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും ഈ ധനികൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം പ്രസംഗിക്കാനുള്ള ധൈര്യം വരികയില്ല. ഒരു ദിവസം ഭയങ്കര കോരിച്ചൊരിയുന്ന മഴയും കാറ്റുമൊക്കെ ഉണ്ടായി. പാവങ്ങൾക്ക് ആർക്കും കുടയില്ലാത്തതുകൊണ്ട് ആരും ആരാധനയ്ക്ക് വന്നില്ല. ധനികന് കാറും കുടയും ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം മാത്രം ആരാധനയ്ക്ക് വന്നു. അന്ന് പാസ്റ്റർ സർവ്വശക്തിയും സംഭരിച്ച് ഈ പ്രസംഗം അങ്ങോട്ട് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു വീതം ദൈവത്തിന് കൊടുക്കണം, അറ്റ്ലീസ്റ്റ് ദശാംശമെങ്കിലും കൊടുക്കണം, അത് കൂടാതെ ദാനങ്ങൾ കൊടുക്കണം. പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഒരു പ്രതികരണം പ്രതീക്ഷിച്ച് പാസ്റ്റർ നിന്നപ്പോൾ ഈ ധനികനായ മനുഷ്യൻ വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് പാസ്റ്ററുടെ പ്രസംഗം അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു,
പക്ഷെ കേൾക്കേണ്ടവരാരും വന്നില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും പാസ്റ്റർ ഇത് പ്രസംഗിക്കണം. ഇതാണ് നമ്മളുടെ പലരുടെയും മനോഭാവം. നിങ്ങൾക്ക് അർത്ഥവും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ദൈവം പലപ്പോഴും വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അതിന് കേൾക്കേണ്ടവരാരും ഇവിടെ ഇല്ലല്ലോ കർത്താവേ, അവരൊക്കെ വേറെ സ്ഥലങ്ങളിലാണ്, അതുകൊണ്ട് അവരോടൊക്കെ പോയി പറഞ്ഞു ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പലപ്പോഴും നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവത്തിലൊരു മാറ്റം ആവശ്യമാണ്. നമ്മളും ഇതിനകത്ത് ഇൻവോൾവ് ആയെങ്കിൽ ദൈവവേലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവനാമം മഹത്വപ്പെടുന്നതിലും ദൈവരാജ്യം വരുന്നതിലും ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകുന്നതിലും ആർക്കൊരു ഉത്തരവാദിത്വമുണ്ട്? നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ചിലപ്പോൾ നമ്മളോട് ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചോദിക്കും, ക്യാൻ യു ഡു ദാറ്റ്? നിങ്ങൾക്കങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമോ? അതുകൊണ്ട് പ്രെയർ ഓൾവേസ് ഇൻവോൾവ്സ് റിലേഷൻഷിപ്പ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് ദെൻ റിക്വസ്റ്റ്. നമുക്കിന്ന് റിക്വസ്റ്റിലേക്ക് വരാം. ഞാനൊരു ആമുഖം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ദൈവത്തോട് നമുക്ക് അഭ്യർത്ഥിക്കുവാൻ, യാചിക്കുവാൻ കഴിയുന്നതായിട്ട് യേശു തന്നെ നമ്മളെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. നമ്പർ 1, ഒന്നാമത്തെ ഒരു ആവശ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. രണ്ടാമത് പറഞ്ഞത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണം. മൂന്നാമത് പറഞ്ഞു ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഇതൊക്കെ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഇങ്ങനത്തെ പ്രാർത്ഥനകൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കുകയാണ്. എന്നാൽ കർത്താവ് പഠിപ്പിച്ചത് നമ്മുടെ ആവശ്യങ്ങൾ ഈ 3 കാര്യങ്ങളാണെന്നാണ്. എന്താണ് ദൈവത്തോട് അഭ്യർത്ഥിക്കേണ്ടത്? എന്താണ് ദൈവത്തോട് ആവശ്യപ്പെടേണ്ടത്? എന്താണ് ദൈവത്തോട് യാചിക്കേണ്ടത്? എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ യുവർ ഡെയിലി നീഡ്സ്, ഫൊർഗീവ്നെസ് ആൻഡ് ഗൈഡൻസ്. 3 കാര്യങ്ങളാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. എന്തൊക്കെയാണ്? 1, വി നീഡ് തിങ്സ് ഡെയിലി, അനുദിന ആവശ്യങ്ങൾ. നമുക്ക് അനുദിനം ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. രണ്ടാമത് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഫൊർഗിവ്നെസ്, പാപക്ഷമയാണ്. നമുക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണം. മൂന്നാമത് നമുക്ക് ആവശ്യമുള്ളത് ഗൈഡൻസാണ്, നടത്തിപ്പാണ്, അല്ലെങ്കിൽ വഴി നടത്തിപ്പ്, മാർഗദർശനം, നേതൃത്വം, ബുദ്ധി ഉപദേശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗൈഡൻസിന് കർത്താവ് നമ്മളെ നയിക്കണം, കർത്താവ് നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരണം. എന്നിട്ട് നമ്മളെ പരീക്ഷയിൽ അകപ്പെടാതെ ദുഷ്ടൻ്റെ കയ്യിൽ അവൻ നമ്മളെ വിടുവിക്കണം. അപ്പം ശരിക്കും നമുക്ക് ദൈവത്തോട് അഭ്യർത്ഥിക്കാവുന്ന, ആവശ്യപ്പെടാവുന്ന കാര്യങ്ങൾ ഈ 3 എണ്ണമാണെന്നൊന്ന് മനസ്സിലേക്ക് വരട്ടെ. എന്നിട്ട് നമുക്ക് 1 by 1 ആയിട്ട് എടുക്കാം. 3 കാര്യങ്ങൾ. 1, ഡെയിലി നീഡ്സ്, അനുദിന ആവശ്യങ്ങൾ. അതാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമെന്ന് പറഞ്ഞത്. നമ്പർ 2, ഫൊർഗിവ്നെസ്, പാപക്ഷമ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. മൂന്നാമത് വഴി നടത്തിപ്പ് അല്ലെങ്കിൽ മാർഗദർശനം. നമുക്ക് നേതൃത്വം, ദൈവത്തിൻ്റെ നേതൃത്വം ആവശ്യമുണ്ട്, ഗൈഡൻസ്. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് വഴിക്കാണ് പോകേണ്ടത് എന്നുള്ളതിന് ദൈവം തന്നെ നമ്മളെ ഗൈഡ് ചെയ്യണം. നമ്മൾ തന്നെ നടന്നാൽ ചെന്ന് പരീക്ഷയിൽ ചാടിയെന്ന് വരാം, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് ഞങ്ങൾ ഏത് വഴിക്ക് പോകണമെന്നുള്ളത് നീ ഞങ്ങളെ ഗൈഡ് ചെയ്യണം. ദയവായിട്ട് പരീക്ഷയിലും ദുഷ്ടൻ്റെ കയ്യിലും ഒന്ന് ചെന്ന് ചാടാൻ ഇടയാകാതെ ദൈവമേ ഞങ്ങളെ ഗൈഡ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഡെയിലി നീഡ്സ്, ഫൊർഗിവ്നെസ്, ഗൈഡൻസ്. ഈ 3 കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അനുദിന ആവശ്യങ്ങൾ, ക്ഷമ, അതുപോലെ തന്നെ മാർഗനിർദ്ദേശം. ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ ഏതൊക്കെ വഴിക്ക് പോകണമെന്നുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശം നമുക്ക് ആവശ്യമാണ്. അതിൽ ഒന്നാമത്തേത് നമുക്കിന്ന് ചിന്തിക്കാം. ഡെയിലി നീഡ്സ്, അനുദിന ആവശ്യങ്ങൾ. ഒന്നാമത് നമ്മളോട് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് പഠിപ്പിച്ച കാര്യം, ആവശ്യങ്ങളുടെ പട്ടികയിൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞു, ഉത്തരവാദിത്വം കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യങ്ങളുടെ പട്ടികയിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത് കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഡെയിലി ബ്രെഡ്, അന്നന്നത്തേക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം. ഫസ്റ്റ് റിക്വസ്റ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഗോഡ് ഈസ് വെരി മച്ച് കൺസേൺഡ് അബൌട്ട് അവർ മെറ്റീരിയൽ നീഡ്സ് ഓഫ് ലൈഫ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൈവത്തിന് നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ല, ഒരാഗ്രഹവും ഇല്ല. പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. യൂത്ത് ക്യാമ്പിനൊക്കെ പോയാൽ പിള്ളേർ ചോദിക്കും, ദൈവം എന്തൊരു ക്രൂരന, എല്ലാത്തിനും പടച്ചു വിട്ടേച്ച് അങ്ങേരെ എവിടെങ്ങും കാണാനില്ല. നിങ്ങൾ യൂത്ത് ക്യാമ്പിൽ നിന്ന് പോയ കാര്യമൊക്കെ മറന്നുപോയി കാണും. പോവുകയാണെങ്കിൽ സ്ഥിരം ചോദ്യമാണ് അവർ ചോദിക്കാറ്, ദൈവം ഒരു സാഡിസ്റ്റ് ആണ്,
ഞങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വിട്ടേച്ച് കുറേ പേര് പട്ടിണി കിടക്കുന്നു, കുറേ പേര് സുഖിച്ച് ജീവിക്കുന്നു, ഇതിനെക്കുറിച്ച് ഒന്നും ദൈവത്തിന് യാതൊരു ചിന്തയില്ലേ എന്ന്. എന്നാൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയും വേദപുസ്തകവും ഒക്കെ നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളുടെ അനുദിന ആവശ്യങ്ങളെക്കുറിച്ച് വളരെ വലിയ കൺസേൺ ഉണ്ട്. എങ്ങനെ അറിയാം? ഈ 6-ാം അധ്യായം തന്നെ തുടർന്ന് നിങ്ങൾ താഴോട്ട് വായിച്ചാൽ, നമ്മൾ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ പ്രാർത്ഥന പഠിപ്പിച്ച ഭാഗമാണ് വായിച്ചത്. താഴോട്ട് നിങ്ങൾ തുടർന്ന് വായിക്കുകയാണെങ്കിൽ യേശു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, ഇങ്ങനെയൊക്കെ എന്തിനാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? നമുക്ക് 32-ാം വാക്യം വായിച്ചാൽ, 6:32 വായിച്ചാൽ, ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. സ്വർഗസ്ഥനായ പിതാവിന് ഒരു ഫോർ നോളജ്, ഒരു അറിവുണ്ട്. ഗോഡ് ദ ഫാദർ നോസ് ദാറ്റ് യു നീഡ് ഓൾ ദീസ് തിങ്സ്. ഈ കാര്യങ്ങൾ ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന്. ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവിടെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും, സ്വർഗസ്ഥനായ ആരുടെ പിതാവ്? സ്വർഗസ്ഥനായ. അപ്പോൾ നമുക്കൊരു ബന്ധമുണ്ടല്ലോ. നമ്മുടെ അപ്പന് നമ്മളെക്കുറിച്ച് വിചാരമില്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ അപൂർവമായിട്ടേ അപ്പന്മാർക്ക് മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഒക്കെ വിചാരമില്ലാത്തവർ കാണുകയുള്ളൂ. അവർ വേറെന്തെങ്കിലുമൊക്കെ സ്വഭാവ ദൂഷ്യമുള്ളവരോ മറ്റുള്ളതിന് അടിമകളൊക്കെ ആയിരിക്കണം. ഒരു സുബോധമുള്ള അപ്പൻ അല്ലേ, കല്യാണം കഴിപ്പിക്കുമ്പം തന്നെ മാതാപിതാക്കൾ അന്വേഷിക്കുന്ന ഒരു കാര്യം, കെട്ടിയാൽ അവളെ പോറ്റാൻ നിനക്ക്, ഇപ്പോൾ ഞാൻ പഴയ കാര്യമാണ് കേട്ടോ പറയുന്നത്, ഇപ്പോൾ അങ്ങനെയൊക്കെ ആണോ എന്ന് എനിക്ക് സംശയം, അവളെ പോറ്റാൻ, പിള്ളേരുണ്ടായാൽ അവരെ വളർത്താൻ ഒക്കെയുള്ള കഴിവ് നിനക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. ആ ഒരു തീരുമാനമൊക്കെ എടുത്തതിന് ശേഷം പെണ്ണ് കെട്ടുന്നതും മക്കളുണ്ടാകുന്നതും. അപ്പോൾ അപ്പന് മക്കളെക്കുറിച്ച് ഉത്തരവാദിത്വം ഉണ്ട്, ഇതൊക്കെ പിള്ളേർക്ക് ആവശ്യം വരും, ഭാര്യയ്ക്ക് ആവശ്യം വരും എന്നൊക്കെ അപ്പനറിയാം. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവിന് ഇതൊക്കെയും നമുക്ക് ആവശ്യം. ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ ഏതൊക്കെയും? 25-ാം വാക്യം, 6-ാം അധ്യായത്തിൻ്റെ 25-ാം. സമയം ലാഭിക്കാനാണ് നമ്മൾ അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാക്യം വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ശരീരത്തിനും ആവശ്യമായതൊക്കെ. 25-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്, മത്തായി 6:25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ട്. കാരണം ഈ പക്ഷികളൊന്നും എന്ത് തിന്നും എന്നുള്ളത് മറിയിടാണോ? സൈക്കോളജി ഒക്കെ അറിയാവുന്ന ആളുകളോ സുവോളജി പഠിച്ചിട്ടുള്ളവരോ ഒക്കെ എന്നോടൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അത് കളപ്പുരയെ കൂട്ടി വെക്കുന്നില്ല, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് ഇതേക്കുറിച്ചൊന്നും മറിയിടല്ല. ഗോഡ് നോസ്. ദൈവം അവരെ പുലർത്തിക്കൊള്ളുമെന്ന് അവർക്കറിയാം. അവർ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചിട്ട് അവരങ്ങ് ജീവിക്കുകയാണ്. അന്നെന്നുള്ളതൊക്കെ അവർക്കെല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അടുത്തൊന്നും ഇങ്ങനെ പക്ഷികളിങ്ങനെ വ്യാപകമായിട്ട് ചത്തു വീഴുന്നൊന്നും കാണുന്നില്ലല്ലോ. കാണാറുണ്ടോ? നോക്കാറില്ല. പിന്നെ എങ്ങനെ? വല്ലപ്പോഴൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. നമ്മൾ കണ്ണടച്ച് മുറിക്കകത്ത് കയറി നമ്മുടെ കാര്യമായിട്ട് മാത്രം ഇരിക്കുകയല്ല. ഇടയ്ക്ക് കണ്ണ് തുറന്ന് ദൈവത്തിൻ്റെ സൃഷ്ടികളെയൊക്കെ ഒന്ന് നോക്കിയാൽ വല്ല അസുഖം വരുമ്പോഴോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ സംഭവിക്കുന്നതല്ലാതെ നോർമലി നോ ബേർഡ് ഗോസ് ഡൗൺ വിത്തൗട്ട് ഗെറ്റിംഗ് ഫുഡ്. ആഹാരം കിട്ടാതെ പക്ഷികളിങ്ങനെ ചത്തു വീഴുന്നത് നമ്മൾ കാണുന്നുണ്ടോ? അപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കണമെന്ന്. നിങ്ങളിതിനേക്കാളെല്ലാം വിശേഷതയുള്ളവരല്ലോ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ ദൈവം പുലർത്തുന്നെങ്കിൽ നിങ്ങൾ ഇതിനേക്കാളൊക്കെ എന്താ നിങ്ങളുടെ വിശേഷത? എന്താ നിങ്ങളുടെ വിശേഷത എന്ന് ചോദിച്ചാൽ അതിനൊന്നും നിത്യതയില്ല. ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ എന്തും കൂടെ വെച്ചിരിക്കുന്നു? നിത്യത വെച്ചിരിക്കുന്നു. യു ആർ മെയ്ഡ് ഫോർ ഇറ്റേണിറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നന്നായിട്ട് ജീവിച്ച് ഇറ്റേണിറ്റിയിൽ ചെല്ലണമെന്ന് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു കരുതലില്ലേ, ആഗ്രഹമില്ലേ എന്ന്. അതുകൊണ്ട് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഉടുത്തില്ലെങ്കിലും ജീവൻ അവിടെ നിലനിൽക്കും കേട്ടോ, ഇല്ലേ? വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബേസിക് നീഡ്സൊക്കെ നമുക്കറിയാം. അപ്പം വസ്ത്രം ധരിച്ചില്ലെങ്കിലും ജീവൻ നിലനിൽക്കും. പക്ഷേ നമ്മൾ വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ചും വറീഡാണ്, വസ്ത്രത്തിൻ്റെ കളറിനെക്കുറിച്ചും വറീഡാണ്, അതിൻ്റെ സ്റ്റഫിനെക്കുറിച്ചും വറീഡാണ്, ഫാഷനനുസരിച്ച് ഇന്ന് നിലവാരം ഒത്തിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ചും അല്ല. നിങ്ങളുടെ ഇരിപ്പ് വേണ്ടിയിട്ട് ഞങ്ങളൊന്നും വറീഡല്ല. പക്ഷെ പീപ്പിൾ ആർ വറീഡ്. ലോകത്തിലുള്ള ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് എല്ലാം വറീഡാണ്. എന്നാൽ കർത്താവ് പറയുന്നത് ജീവനെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഒന്നും
വിചാരപ്പെടേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറയുമായിരുന്നല്ലോ, വാ കീറിയ ദൈവം. പുതിയ തലമുറയ്ക്ക് ആർക്കും അറിയത്തില്ല, അവരാരും മിണ്ടുന്നില്ല. പഴയ തലമുറയ്ക്ക് അറിയാം. പഴയ പ്രായമുള്ള മനുഷ്യർ പറയുമായിരുന്നു, പേടിക്കണ്ട, ദൈവം വാ വെച്ചിട്ടുണ്ടെങ്കിൽ വർത്താനം പറയാനും തിന്നാനും വേണ്ടിയാണ്. വാ വെച്ചിട്ടുണ്ടെങ്കിൽ തിന്നാൻ എന്തെങ്കിലുമൊക്കെ ദൈവം എവിടെങ്കിലും കരുതിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മുടെ പ്രോബ്ലം എന്താ? നമ്മുടെ പ്രോബ്ലം അങ്ങനെയൊന്നും തിന്നാൽ പോരാ, ഞാൻ ഇഷ്ടപ്പെട്ടത് എനിക്ക് തിന്നണമെന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അല്ലേ? ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എന്നാ പ്രശ്നം? 3 പിള്ളേരുണ്ടെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ അറിയാം, 3 സാധനം രാവിലെ ഉണ്ടാക്കണം. ഒരാൾക്ക് ദോശ, ഒരാൾക്ക് ഉപ്പുമാവ്, ഒരാൾക്ക് ചപ്പാത്തി. പണ്ടത്തെ വീടുകളിലൊന്നും അങ്ങനെയൊന്നും കിട്ടിയാലായിരുന്നു. ഉള്ളത് തിന്നേച്ച് വേണമെങ്കിൽ വീട്ടിൽ പോകണം, സ്കൂളിൽ പോകണം. ആദ്യം വന്ന് തിന്നില്ലെങ്കിൽ അത് അറിയാവുന്ന പ്രായമുള്ളവരൊക്കെ ചിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പണ്ട് മനുഷ്യർ ജീവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതൊന്നുമല്ല, ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളും. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണെന്നായി പറഞ്ഞത്. നിങ്ങൾക്ക് ആഹാരം വേണമെന്നും വസ്ത്രം വേണമെന്നും പാർപ്പിടം വേണമെന്നും ആരറിയുന്നു? നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് യേശുക്രിസ്തു സംസാരിച്ചത് യഹൂദന്മാരോടാണ്. യേശുവിൻ്റെ ടീച്ചിങ് എല്ലാം രക്ഷ യഹൂദന്മാരുടെ നടുവിൽ നിന്നാണ് വന്നത്. യേശു ഇടപെട്ടത് കൂടുതലും ആരോടായിരുന്നു? യഹൂദന്മാരോടായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന യഹൂദന്മാർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി കാണും. നമ്മളെക്കാൾ, മലയാളികളെക്കാൾ പെട്ടെന്ന് അവർക്ക് കാര്യം മനസ്സിലായി കാണും. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ, അവർ പെട്ടെന്ന് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അവർ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കി? അവരുടെ പൂർവികന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ മിസ്രൈമിൽ അടിമകളായിരുന്നു, അവിടുന്ന് ദൈവം അത്ഭുതകരമായിട്ട് നമ്മളെ മോശ എന്ന് പറയുന്ന ഒരാളെ അയച്ച് വിടുവിച്ച് കൊണ്ടുവന്നു. ചെങ്കടൽ നമുക്ക് വേണ്ടി പിളർന്നു. ഇങ്ങേപ്പുറത്ത് വന്നപ്പോൾ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന അപ്പമൊക്കെ തീർന്നു, അവിടുന്ന് കൊണ്ടുവന്ന ഉണക്കമീനും ഇറച്ചിയൊക്കെ തീർന്നു. പലതും കൊണ്ടുവന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുക കേട്ടോ. അതൊക്കെ ഉടനെ ഏതാ അതിൻ്റെ വാക്യമൊന്നും, ഉണക്കമീൻ കൊണ്ടുവന്നതിൻ്റെ വാക്യം ഏതാ എന്നാരും ചോദിച്ചേക്കരുത്. കാരണം ഈ കുറ്റം പിടിക്കാൻ തന്നെ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അവരെന്തെങ്കിലുമൊക്കെ കെട്ടിപ്പറിക്കൊണ്ട് വന്നെങ്കിൽ അതൊക്കെ തീർന്നു. അപ്പോൾ അവർക്ക് വിശന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? മന്ന പൊഴിച്ചു കൊടുത്തു. അവർക്ക് ദാഹിച്ചപ്പോൾ അവർക്ക് വെള്ളം കൊടുത്തു. വെള്ളം കഴിച്ചപ്പോൾ അത് മധുരമാക്കി കൊടുത്തു. അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ സോ വി നീഡ് ടു ലേൺ ഫ്രം ദിസ്. അപ്പോൾ ഈ ജനം ഇങ്ങനെ, അവർക്ക് വസ്ത്രം വേണം, ചെരുപ്പ് വേണം, ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട്? സോ ദേ കുഡ് വെരി വെൽ അണ്ടർസ്റ്റാൻഡ്. ആ യഹൂദന്മാർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഇങ്ങനെ ഞങ്ങളെ പുലർത്തിയ ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. അത് ചരിത്രത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. നമ്മളും പഠിക്കണം കേട്ടോ. നമ്മൾ ഇത്രയും നാളായിട്ട് പട്ടിണി കിടന്ന് ചത്തുപോയില്ലാരും. പക്ഷെ ഇപ്പോഴും നമുക്ക് ഭാരം. ഇനി ഞങ്ങളുടെ മക്കളെ കാണും, തലമുറകളൊക്കെ പട്ടിണി കിട. അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഞങ്ങളുടെ തലമുറകളെ കാത്തോണേ എന്നാണോ പഠിപ്പിച്ചത്? കർത്താവ് എന്താ പഠിപ്പിച്ചത്? ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ഡെയിലി നീഡ്സ്, ഡെയിലി ബ്രെഡ്. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം. നാളത്തെ കാര്യമല്ല, അടുത്ത കൊല്ലത്തെ കാര്യമല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും വറീഡാകുന്നത് ഇനി വരാനിരിക്കുന്ന വർഷങ്ങളെക്കുറിച്ചൊക്കെയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞത്, ഇത് നമ്മൾ യഹൂദന്മാരുടെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. ഇത് കേൾക്കുമ്പോൾ, ഈ പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ കാര്യമൊക്കെ ഒന്ന് വരണം. അപ്പോൾ ഇപ്പോൾ ചിലരോട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എനിക്കറിയാം. അത് അവർ പ്രോമിസ് ലാൻഡിൽ ചെന്നപ്പോൾ മന്ന നിന്നുപോയല്ലോ. നിന്നുപോയി, ഇനി ഒരിക്കൽ കിട്ടാനും പോകണില്ല കേട്ടോ, ഇല്ലേ? അവർ ആ നാട്ടിൽ, അവരെ ദൈവത്തിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിക്കും. അവിടെ ചെന്ന് അവർ ആ നാട്ടിലെ കൃഷി ചെയ്ത് ആഹാരം ഭക്ഷിച്ച ദിവസം നിങ്ങൾ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായവും പിന്നെ സംഖ്യാപുസ്തകവും ആവർത്തന പുസ്തകവും അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകമൊക്കെ വായിച്ചാൽ ഇതെപ്പോൾ പൊഴിയാൻ തുടങ്ങിയെന്നും ഇതെപ്പോൾ നിന്നെന്നും ഒക്കെ ഉള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു ധാരണ കാണുമല്ലോ. അപ്പോൾ വൺ ഡേ ഇറ്റ് സ്റ്റോപ്പ്. അപ്പോൾ ദൈവം വേറൊരു പ്രൊവിഷൻ ഉണ്ടാക്കിയതുകൊണ്ടാണ്. അവർക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഇനി നാളെ തൊട്ട് മന്ന തരുന്നില്ല. കാരണം അവർ ഈ മന്നയെക്കുറിച്ച് പിറുപിറുത്തോ? ഇറച്ചി ഇല്ലാത്തതിനെക്കുറിച്ച് പിറുപിറുത്തു. അപ്പോൾ ദൈവം പറഞ്ഞു, 2 ദിവസം ഞാൻ വരെ ഒരു, നമ്മളാണേ പറഞ്ഞേനെ, 2 ദിവസം ഇതിനെയൊക്കെ ഒന്ന് പട്ടിണി ഇടുമ്പം ഇതിൻ്റെ വില മനസ്സിലാകും. അതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ്. പക്ഷെ ദൈവം അങ്ങനെയൊന്നും ചെയ്തില്ല. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇവർ ഇത്രയും ആവലാതിയൊക്കെ പറഞ്ഞിട്ടും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടും ദൈവത്തിന് മോശയ്ക്ക് എതിരെ സംസാരിച്ചിട്ടും ദൈവം മന്ന പൊഴിക്കുന്നത് നിർത്തിയില്ല. അവർക്ക് ആവശ്യമുള്ള ജീവജലം കൊടുക്കുന്നത് ദൈവം നിർത്തിയില്ല. അവരുടെ വസ്ത്രം എന്നാൽ കീറിപ്പോകട്ടെ, ചൂട് വരെ ഒന്ന് അടിച്ച് അനുഭവിക്കട്ടെ
എന്ന് ദൈവം വിചാരിച്ചോ? ഇല്ല, വിചാരിച്ചില്ല. അവരുടെ കാല് ഒന്ന് വേദന എടുത്ത് ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് ദൈവം വിചാരിച്ചില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് ആരറിയുന്നു? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു റിയലൈസ് ദാറ്റ് അവർ ഫുഡ് ഈസ് എ മിറക്കിൾ. ദാറ്റ്സ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവ്, നമ്മളുടെ ആഹാരം ഒരത്ഭുതമാണ്. നമ്മുടെ ആഹാരം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെന്ന് എനിക്കറിയാൻ മേല. നമ്മുടെ അനുദിന ആഹാരം ഒരത്ഭുതമാണ്. എത്ര പേർക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. അനുദിന ആഹാരം ഒരത്ഭുതമാണ്. ഒരു പക്ഷേ നിങ്ങളത് വാങ്ങുകയായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളത് ഉൽപ്പാദിപ്പിക്കുകയായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളത് കുക്ക് ചെയ്യുകയായിരിക്കാം. കാരണം ഇപ്പോൾ നമ്മൾ റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ് ഒക്കെയാണ് മേടിക്കുന്നത്, അല്ലേ? നിങ്ങളത് കുക്ക് ചെയ്യുകയാകാം, നിങ്ങൾ മേടിച്ച് തിന്നുകയാകാം, അല്ല നിങ്ങളത് ഉൽപ്പാദിപ്പിക്കുന്നവരാകാം, നിങ്ങളത് വാങ്ങുന്നവരാകാം. എന്ത് തന്നെ ആയിരുന്നാലും ഗോഡ് ഗീവ്സ് യു ദ സ്ട്രെങ്ത് ടു ഡു ഇറ്റ്. അത് ചെയ്യാനുള്ള കൃപയും ആരോഗ്യവും. ഇന്ന് രാവിലെ ആഹാരം ഉണ്ടായിട്ട് ആഹാരം കഴിക്കാൻ വായിക്ക് ടേസ്റ്റ് ഇല്ലാത്ത 1000 പേരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കും അറിയാമായിരിക്കും. ആഹാരമുണ്ട്, പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് അവർക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. കൊണ്ട മുമ്പിൽ വെച്ചിട്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് ആഹാരം അധികമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. എന്താ കഴിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച്, എന്ത് തിന്നും എന്ത് കൊടുക്കുമെന്നൊക്കെ ചോദിക്കുമ്പം എല്ലാം ഇരിക്കുന്ന കാരണം ഇനി ചിക്കൻ വേണോ എഗ്ഗ് വേണോ എന്നുള്ളതായിരിക്കും അവരുടെ പ്രോബ്ലം. ബട്ട് ദേ കനോട്ട്. അവരുടെ വീട്ടിൽ എല്ലാം ഉണ്ടെങ്കിലും ഉപ്പും കൂട്ടാൻ മേല, മധുരവും കൂട്ടാൻ മേല, അല്ലേ? പിന്നെ ബീഫ് തിന്നാൻ മേല, ഒന്നും തിന്നാൻ മേലാത്തൊരവസ്ഥയുള്ളവരൊക്കെ ഉണ്ടാവും. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഈസ് ദാറ്റ് യുവർ ഫുഡ് ഈസ് എ മിറക്കിൾ. യു മസ്റ്റ് റിയലൈസ് ദാറ്റ്. നമ്മുടെ ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതം ആണ്. അത് നിങ്ങൾ വാങ്ങിയതാണെങ്കിലും, നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചതാണെങ്കിലും, നിങ്ങൾ കുക്ക് ചെയ്തതാണെങ്കിലും, നിങ്ങൾക്ക് വെറുതെ കിട്ടിയതാണെങ്കിലും അതൊരത്ഭുതമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങൾ ആ ആഹാരം ഉണ്ടായതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ വ്യാപാരവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിനൊരു നന്ദി പറയാനായിട്ട് തോന്നും. ഇങ്ങനെ ഒരു കാര്യം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴും നന്ദി വേണ്ടി വരും. കാരണം ഇത് എടുത്ത് അനുഭവിക്കുവാനും അത് വാങ്ങാനും ഒക്കെയുള്ള കൃപയും ശക്തി ആരാ തരുന്നത്? നിങ്ങൾ പറയായിരിക്കും കാശ് എനിക്ക് ഇഷ്ടം പോലെ കിടപ്പുണ്ടെന്ന്. ഇത് ഇല്ലാതായി പോകാൻ നിമിഷങ്ങൾ മതി. പണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്ന് കാണുന്നതും നാളെ മറഞ്ഞു പോകുന്നതുമായിട്ടുള്ള ആവിയാണ്. ഇന്ന് മേടിച്ചു, നാളെ ചിലപ്പോൾ മേടിക്കാനുണ്ടായില്ലെന്ന് വരാം. നിങ്ങൾ സ്റ്റോറിൽ ചെന്ന് ചിലപ്പോൾ സ്റ്റോറിൽ സാധനം ഇല്ല എന്ന് വരാം. അങ്ങനത്തെ കാലങ്ങളൊക്കെ ചിലപ്പോൾ വന്നു എന്ന് വരാം. സോ നമ്മളുടെ ഈ സസ്റ്റനൻസ് എന്ന് പറയുന്നത് നമ്മുടെ മിടുക്കൊന്നുമല്ല. നമ്മളിങ്ങനെ ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകുമ്പോഴാണ്. അല്ല നിങ്ങൾ വാങ്ങിയ, നിങ്ങൾ ഉണ്ടാക്കിയ, നിങ്ങൾ ഇന്ന് രാവിലെ കഴിച്ച ആ സാധനത്തെ, ദോശയാണെങ്കിൽ ദോശയാകട്ടെ, ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി ആകട്ടെ, അത് നമ്മളത് എങ്ങനെ ഉണ്ടായെന്നുള്ളത് പോലും ചിന്തിക്കാത്തത് കൊണ്ടാണ്. അത് ആരോ അധ്വാനിച്ച് നട്ട ഒരു നെല്ല്, അല്ലെങ്കിൽ ഒരു ഗോതമ്പ് ചെടി, അതിനകത്തുണ്ടായ ഗോതമ്പ് മണി, നെൽമണി, അത് എത്ര പ്രോസസ്സിങ്ങിൽ കൂടി കടന്നു പോയതിന് ശേഷമാണ് അത് ദോശയായിട്ട് വന്നത്, അല്ലെങ്കിൽ ചപ്പാത്തിയായിട്ട് നിങ്ങളുടെ മേശയിൽ, നിങ്ങളുടെ പാത്രത്തിനകത്ത് വന്നത്. അതിൻ്റെ പിന്നിൽ എ ലോങ് പ്രോസസ്സ്. പക്ഷെ നമ്മളിതാരും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറേയില്ല. നമ്മൾ കിട്ടി കഴിച്ചു, കിട്ടിയില്ലെങ്കിൽ ചീത്ത വിളിച്ചു, ദേഷ്യപ്പെട്ടു, പാത്രം എടുത്ത് എറിഞ്ഞു, ഒരു നന്ദിയില്ല, ഒരു സ്തോത്രവും ഇല്ല, ഒരു തരത്തിലും തൃപ്തിയില്ലാത്തവരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ആഹാരം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് പ്രോസസ് ഓഫ് മിറക്കിൾ. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഒരു പരമ്പരയാണ്. അപ്പോൾ ഈ ആഹാരം മര്യാദയ്ക്ക് കഴിച്ചാൽ തന്നെ നീ ദൈവത്തെ ആരാധിക്കും. ആഹാരം ആലോചിച്ച് നീ കഴിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിന് സ്തോത്രം പറയാനും, കർത്താവേ എനിക്ക് ഇനിയും ആഹാരം വേണം എന്ന് ആവശ്യപ്പെടും. നമ്മൾ സാധാരണ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെയും പ്രാർത്ഥിക്കാറുണ്ട്. വാസ്തവത്തിൽ പ്രാർത്ഥിക്കാനാണോ പറഞ്ഞേക്കുന്നത്? വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, പണ്ട് പിള്ളേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സ്നാക്സൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ട. കാരണം 4 മണിക്കൊക്കെ സമൂസ കഴിക്കുന്നതിന് മുമ്പൊന്നും വീട്ടിൽ പ്രാർത്ഥിക്കാറൊന്നുമില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കൊക്കെ ആണെങ്കിൽ പിള്ളേരെ നമ്മൾ ഒത്തിരി പഠിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? പിള്ളേർ പറഞ്ഞു ആഹാരത്തിന് മുമ്പ് പ്രാർത്ഥിക്കണം. അത് ഉച്ചക്കത്തെ ഊണും രാത്രിക്കത്തെ സപ്പറൊക്കെയാണ് പ്രാർത്ഥിക്കണം. 4 മണിക്കത്തെ ചായക്കൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അത് കൊച്ചു സാധനമല്ലേ, അതൊന്നും പ്രത്യേകം പ്രാർത്ഥിച്ച സമയം കളയേണ്ട കാര്യം. നമ്മളിന്ന് പഠിച്ചാൽ അവർ കേട്ടോ.
കാരണം നമ്മൾ അങ്ങനെയുള്ളതിനൊന്നും, അപ്പോൾ ഇതിനെ ഒന്നും പ്രാർത്ഥിക്കാനല്ല വാസ്തവത്തിൽ പറഞ്ഞേക്കുക. നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലോ, 1 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത്. ദൈവത്തിന് ചിലരൊക്കെ ആഹാരം വിലക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ. അപ്പൊ പ്രാർത്ഥിച്ചാൽ അനുഭവിക്കാനല്ല പറഞ്ഞത്, എങ്ങനെ അനുഭവിക്കാനാ പറഞ്ഞത്? സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. സോ യു ഈറ്റ് ഇറ്റ് വിത്ത് താങ്ക്സ് ഗിവിങ്. നമ്മൾ പിള്ളേരെ ശരിക്കും ചെറുപ്പത്തിലൊക്കെ പഠിപ്പിച്ചത് എന്തായിരുന്നു? താങ്ക് യു ലോഡ് ഫോർ ദ ഫുഡ് എന്നല്ലേ പഠിപ്പിച്ചത്? ബ്ലസ് ദ ഫുഡ്. താങ്ക് യു. പിള്ളേരും മറന്നുപോയെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ ദ ഫുഡ്, ബ്ലസ് ദ ഫുഡ്. ഈ രണ്ടെണ്ണമായിരിക്കും ആദ്യം നമ്മൾ പഠിപ്പിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് നിങ്ങളെങ്ങനെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല, ജനറലി അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത് നമ്മളോട് പറഞ്ഞത് ഈ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ എന്ത് വേണം? ഇതൊരു അത്ഭുതമായതുകൊണ്ട് ദൈവത്തിനൊരു നന്ദി പറയണമെന്ന്. സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ. നമ്മൾ ഇവനിപ്പോൾ പ്രാർത്ഥിക്കുന്നതിനുള്ള വിഷമൊക്കെ അടിച്ചുകൊണ്ടാണ് കേട്ടോ. പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് പല സാധനങ്ങളും ഭക്ഷണമല്ല, പാഷാണമാണ്. നമ്മൾ കഴിക്കുന്ന പലതും ഭക്ഷണമല്ല, ഭക്ഷണമെന്നാണ് പേര്, പക്ഷെ ശരിക്കും അത് പാഷാണമാണ്, വിഷമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പക്ഷേ അതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെങ്കിലും കിട്ടിയല്ലോ എന്നോർത്ത് ദൈവത്തിനൊരു സ്തോത്രം പറയണം, ഒരു നന്ദി പറയണം. കാരണം ഇതുപോലും കിട്ടാത്തവരുണ്ട്, ഇത് കിട്ടിയത് ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് കിട്ടിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി, സ്തോത്രം അർപ്പിക്കണം. നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവത്തിനറിയാം. അതെല്ലാം പൂർണ്ണമായി തീർത്തു തരുവാൻ തക്കവണ്ണം അവൻ മതിയായവനുമാണ്. എന്നെ കേൾക്കുന്ന പല ആളുകൾക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നുള്ളത് എനിക്കറിയാം കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ പറയും സാറിനൊരു ബുദ്ധിമുട്ടുമില്ല, ഇങ്ങനെ പ്രസംഗിച്ചാൽ മതി. എനിക്കുമുണ്ട് ബുദ്ധിമുട്ടുകൾ. മനുഷ്യരായിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ദൈവം നമുക്ക് തരുന്ന ഒരു പ്രോമിസാണ് പൗലോസിൽ കൂടി, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എല്ലാ ബുദ്ധിമുട്ടുകളും തീർക്കുവാനായിട്ട്, നോട്ട് ഓൺലി ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ബട്ട് ഇൻ ഓർഡിനറി സിറ്റുവേഷൻസ്. നമ്മൾ പലപ്പോഴും ഉണ്ടെന്നുള്ളതും അതിന് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ വേണമെന്നും ആഗ്രഹിക്കുന്നത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലാണ്. അല്ല, ഒരു പ്രതിസന്ധിയിലാകുമ്പം നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തെ വിളിക്കും. പലപ്പോഴും അത് വിളിക്കണം. കാരണം വിളിക്കണ്ടെന്ന് ഞാൻ പറയുകയല്ല, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിച്ചോളാൻ. അപ്പോഴെങ്കിലും ഒന്ന് വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതല്ലാത്ത സാധാരണ ദിവസങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ ആഹാരത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ലാഞ്ഞൊരു ദിവസമാണെന്ന് വിചാരിക്കുക. വേറെ ദിവസം ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. എന്നാൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ദിവസവും ബുദ്ധിമുട്ടുള്ള ദിവസവും ഒക്കെ ദൈവം നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് നന്ദി വേണം. ഈ കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയുകയും ലഭിക്കുമ്പോൾ ഒരു നന്ദി തിരിച്ച് ദൈവത്തിന് അർപ്പിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ഈ ബ്രെഡ് എന്ന് പറഞ്ഞത്, ഗിവ് അസ് അവർ ഡെയിലി ബ്രെഡ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം. ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തിങ്സ് വി നീഡ്, നോട്ട് ഓൺലി ബ്രെഡ്. ആഹാരത്തെക്കുറിച്ച് മാത്രമല്ല, ഞാൻ കുറച്ച് സമയം നിങ്ങളോട് ആഹാരത്തെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയെങ്കിലും ആഹാരത്തെക്കുറിച്ചുള്ളൊരു ചിന്തയുണ്ടായിട്ട് ഒരു നന്ദി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആഹാരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ദൈവം തരുന്നതാണെന്നും ഇതൊരു അത്ഭുതമാണെന്നും ദൈവത്തിന് നന്ദി പറയണമെന്നും ഒക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി ബ്രെഡിൻ്റെ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ബ്രെഡ് ഈസ് നോട്ട് പോയിൻറ്റിങ് ടു ജസ്റ്റ് ദ ബ്രെഡ്. ആഹാരം എന്ന് പറഞ്ഞത് ആഹാരത്തെക്കുറിച്ച് മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ അനുദിന ആവശ്യങ്ങൾ, അവർ ഡെയിലി നീഡ്സ് എല്ലാം, നോട്ട് അവർ ഗ്രീഡ്സ്. നീഡ്സ് ആൻഡ് ഗ്രീഡ്സ് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. നമ്മുടെ ആവശ്യങ്ങളുമുണ്ട്, അത്യാവശ്യങ്ങൾ അല്ലെങ്കിൽ അത്യാഗ്രഹങ്ങളുണ്ട്. അത്യാഗ്രഹങ്ങളല്ല പലപ്പോഴും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വെക്കുന്നത്, പലപ്പോഴും ആവശ്യങ്ങളല്ല, ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ഗ്രീഡ്സാണ്, അത്യാഗ്രഹങ്ങളാണ്. അത്യാഗ്രഹങ്ങളെല്ലാം തരാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ നീഡ്സ് എല്ലാം തരാം, ആവശ്യങ്ങളെല്ലാം തരാമെന്ന. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് ആവശ്യമാണ് ദൈവം തരുന്നത്, അല്ലാതെ നമ്മുടെ അത്യാഗ്രഹങ്ങൾ അല്ല എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ
മിക്കവാറും പ്രാർത്ഥനകൾ സെൽഫിഷ് പ്രേയേഴ്സ് ആയിരിക്കും. പ്രാർത്ഥനകളൊന്ന് പുനഃപരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച മിക്കവാറും കാര്യങ്ങൾ എനിക്ക് ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങളെക്കാൾ കൂടുതലും എനിക്ക് വരും കാലങ്ങളിലേക്കൊക്കെ ആവശ്യമുള്ള സ്വാർത്ഥപരമായ ഒരുപാട് കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇത് ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും. ഞാൻ യേശു പറഞ്ഞ ഒരു ഉപമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവർക്കും പരിചയമുള്ള വാക്യങ്ങളാണത്. ഒരപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ, ഒരു മകൻ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ കല്ല് വായിച്ചാട്ടെ. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ, അപ്പനും മോനും തമ്മിൽ ആവശ്യങ്ങൾ സംസാരിക്കുന്നതാണല്ലോ നമ്മളിപ്പോൾ പഠിക്കുന്ന വിഷയം. അപ്പോൾ യേശു പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മകൻ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ല. പിന്നെ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അപ്പം പേരൻസ് മക്കൾക്ക് അവർക്ക് കൊടുക്കാവുന്നതിൻ്റെ ബെസ്റ്റാണ് എപ്പോഴും കൊടുക്കുന്നത്, അല്ലേ? പേരൻസിൻ്റെ ചിന്ത എപ്പോഴും പിള്ളേർക്ക് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? ഏറ്റവും ബെസ്റ്റ്. നമുക്ക് പ്രാപ്തി ഇല്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഏറ്റവും നല്ലത്. ആഹാരത്തിൻ്റെ കാര്യം മാത്രമല്ല, വസ്ത്രത്തിൻ്റെ കാര്യം മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം മാത്രമല്ല, എന്ത് കൊടുത്താലും നമ്മളുടെ പിള്ളേർക്ക് ഏറ്റവും നല്ലത് കിട്ടണമെന്നാണ് നമ്മൾ ജോലിയാണെങ്കിലും പഠിപ്പാണെങ്കിലും വസ്ത്രമാണെങ്കിലും സ്ഥാനമാണെങ്കിലും എല്ലാം ഏറ്റവും ബെസ്റ്റായിരിക്കണം. ബെസ്റ്റ് ഓഫ് വാട്ട് ദേ ക്യാൻ. അവർക്ക് കഴിയുന്നതിൻ്റെ പരമാവധി നല്ലത് കൊടുക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? കൊടുക്കുകയല്ല, നല്ലത് മാത്രമേ കൊടുക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് പലപ്പോഴും ഈ യേശുവിന് എന്തോ സെൻസ് ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ പറഞ്ഞത്? അപ്പൻ ചോദിക്കുമ്പോൾ കല്ല് കൊടുക്കാറുണ്ടോ? മുട്ട ചോദിക്കുമ്പോൾ ആരെങ്കിലും തേളിനെ പിടിച്ച് കൊടുക്കാറുണ്ടോ? നോർമലായിട്ട് ഇസ്രായേലിലുണ്ടോ, നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല. പിന്നെ ഇതിന് യേശു ഇങ്ങനൊരു ഉദാഹരണം പറഞ്ഞു. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് അപ്പത്തിന് പകരം ചോദിക്കുന്നത് കല്ലും മുട്ടയ്ക്ക് പകരം ചോദിക്കുന്നത് തേളുമാണ്. തിരിച്ച് ചിന്തിക്കാനാണ് പറഞ്ഞത്. കർത്താവെ അപ്പം തരണമേ എന്ന് പറയുന്നതിന് പകരം പലപ്പോഴും ചോദിക്കുന്നത് കുറച്ച് കല്ല് തരാമോ എന്ന് ചോദിക്കുന്നതെന്ന്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് ചില പ്രാർത്ഥനകൾ ഇതുവരെ ഉത്തരം കിട്ടാത്തതുകൊണ്ട് സ്തോത്രം. നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പല പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം തരാത്തത് കൊണ്ട് സ്തോത്രം. കാരണം അതെല്ലാം സ്വാർത്ഥപരമായ ചോദിച്ചതെല്ലാം കല്ലായിരുന്നു, ചോദിച്ചതെല്ലാം തേളായിരുന്നു എന്ന് കർത്താവ് തിരിച്ചത് തന്നിരുന്നെങ്കിൽ ഇത് തേള് കുത്തുന്ന പോലെ നിന്നെ കുത്തിയേനെ. നീ കല്ല് തിന്നിട്ട് എന്ത് സംഭവിക്കുമായിരുന്നോ അതുപോലെ സംഭവിച്ചേനേം എന്നുള്ളത് കൊണ്ടാണ് പലതും തമ്പുരാൻ തരാതിരുന്നത്. നമ്മൾ എന്താ ചോദിക്കുന്നതെന്നുള്ളത് പോലും പലപ്പോഴും നമുക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് ആർക്കറിയാം? അറിയാം. അപ്പോൾ പിതാവിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതിനെ നമ്മൾ ചോദിക്കായിരുന്നെങ്കിൽ, പിതാവ് നമുക്ക് തരാൻ ആഗ്രഹിച്ചു വെച്ചിരുന്നത് തന്നെ നമ്മൾ ചെന്ന് ചോദിക്കായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തരാൻ വെച്ചേക്കല്ലായിരുന്നോ, നീ ഒന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു, ദേടാ അവിടെ ഇരിപ്പുണ്ട് എടുത്തോളാൻ പറയും. ഇല്ലേ? വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. എന്നാൽ അല്ല, മലയാളത്തിൽ തന്നെ ഒരു പറച്ചിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്താണ്? രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? പിന്നെ പറ്റും. അതാണ് വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയാൻ പാടില്ല. ആത്മാവ് തന്നെ നിങ്ങളെ കൊണ്ട് വേണ്ടതുപോലെ പ്രാർത്ഥിപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ കല്ലും തേളും ഒക്കെയാണ് ചോദിക്കുന്നത്, പാമ്പും. കുറച്ച് പാമ്പിനെ തരാവോ? ദൈവം അവിടെ നിന്ന് നോക്കുമ്പോൾ ദൈവത്തിന് തോന്നി ഇമാർ വന്നിട്ട് പാമ്പിനെ ചോദിക്കുന്നു, തേളിനെ ചോദിക്കുന്നു, കല്ല് ചോദിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കൊടുത്താൽ ഇത് ഇവർക്ക് ദ്രോഹമായിട്ട് മാറും. സോ ഹീ ഈസ് നോട്ട് ഗിവിങ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ പല പ്രാർത്ഥനകളും സ്വാർത്ഥപരമായിട്ടുള്ള പ്രാർത്ഥനകളാണ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് പിതാവിനാണ് അറിയാവുന്നത്. അതുകൊണ്ട് എന്താണോ കിട്ടിയത് അത് ബെസ്റ്റാണ്. അതിന് ദൈവത്തോടൊരു നന്ദി പറയണം. നമുക്ക് കിട്ടിയത് നമ്മൾ വിചാരിക്കുക ഇത് കല്ലാണ്, നല്ല വാട്ട് യു ഗോട്ട് ഈസ് ദ ബെസ്റ്റ്. ദൈവം നമുക്ക് തന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ബെസ്റ്റ് അല്ലാത്തതൊന്നും അവൻ നമുക്ക്
നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് അവൻ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ ബ്രെഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആഹാരം മാത്രമല്ല, നമ്മുടെ അനുദിന ആവശ്യങ്ങളെല്ലാം നമുക്ക് വേണമെന്നുള്ളത് ദൈവത്തിന് അറിയാം. അത് നമുക്ക് ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നീഡ്സാണ് ചോദിക്കേണ്ടത്, ഗ്രീഡ്സ് അല്ല, നമ്മുടെ അത്യാഗ്രഹങ്ങളല്ല. അത് മാത്രമല്ല, ഈ ആവശ്യമുള്ള സാധനം എന്ന് തരണമെന്നാണ് പറഞ്ഞത്? ഇന്ന് തരണമെന്ന്, ദിനം പ്രതി. നീഡ് അറ്റ് എ ടൈം, നോട്ട് ടു സ്റ്റോർ ഓർ ടു സേവ്. ബാങ്കിലിടാൻ വേണ്ടി വേണമെന്നല്ല, ഒരു തലമുറയ്ക്ക് തിന്നാനുള്ളത് വേണമെന്നല്ല. ഇറ്റ് ഈസ് റോങ് ടു ലിവ് ഫോർ 2 days അറ്റ് എ ടൈം. 2 ദിവസത്തേക്ക് ഒരു ദിവസം ജീവിക്കാൻ ഒക്കുകയല്ല. ഈച്ച് ഡേ അറ്റ് എ ടൈം. ഓരോ ദിവസവും അന്നന്നത്തേക്ക് വേണ്ട സാധനങ്ങളുമായിട്ടാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതും ചോദിക്കേണ്ടതും അനുദിനം, ഡേ ബൈ ഡേ, അന്നന്നത്തേക്കുള്ളതാണ്. അല്ല അതിനപ്പുറത്തേക്ക് ആയിപ്പോയാൽ നിങ്ങൾ ദൈവത്തെ പതുക്കെ മറക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ദൈവത്തിന് ഒരാഴ്ചത്തേക്കുള്ള മന്ന ഞാൻ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ചിന്തിച്ച് നോക്കി, ഒരാഴ്ചത്തേക്കുള്ള മന്ന മണ്ടേ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ പിന്നെ പിറ്റേ മണ്ടേ വന്നാൽ മതിയായിരുന്നല്ലോ. നമ്മളെക്കാൾ മണ്ടനാണോ മിടുക്കനാണോ ദൈവം? എന്തുകൊണ്ടാണ് ഡെയിലി പെറുക്കാൻ? കുറച്ച് പേര് പിറ്റത്തെ ദിവസത്തേക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് എന്ത് സംഭവിച്ചു പോയി? ക്രമിച്ചു പോയി. അപ്പോൾ ഇതെല്ലാം ആത്മീയ കാര്യങ്ങളായിട്ട് മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും പഠിപ്പിക്കും. ഞാൻ ഭൗതികമായിട്ട് തന്നെ പറയുക, നമുക്ക് ദൈവം ഓരോ ദിവസവും ജീവിക്കാനുള്ള കൃപയാണ് തരുന്നത്. ആത്മീയമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ, ദൈവം നമുക്ക് തരുന്നത് കൂട്ടിവെക്കുവാനും തലമുറകൾക്ക് തിന്നുവാനും ഇനിയും വരുന്ന ആളുകൾക്കെല്ലാം വേണ്ടിയുള്ളതല്ല. അന്നന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ സ്വാർത്ഥന്മാരാകും, അഗ്രസീവാകും, വേസ്റ്റ് ചെയ്യും. ആഹാരം കഴിക്കാനില്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് പ്രളയകാലത്തൊക്കെ സൂക്ഷിച്ച് കഴിച്ചതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എന്നാൽ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നു, വെറുതെ വലിച്ചെറിയുന്നു. വേസ്റ്റ് ചെയ്യാതിരിക്കുവാൻ, സ്വാർത്ഥന്മാരാകാതിരിക്കുവാൻ, പിടിച്ച് കൂട്ടി വെക്കുന്ന ആളുകളാകാതിരിക്കുവാൻ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അന്നന്നത്തേത് തേടാനായിട്ടാണ്. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നമുക്ക് ഓരോ ദിവസവും ആവശ്യമുള്ളത് എന്താണെന്ന് ദൈവത്തിന് അറിയാം. ദൈവം അങ്ങനെ പുലർത്തിയ ആളുകളെക്കുറിച്ചൊക്കെ വേദപുസ്തകം പറയുന്നുണ്ട്. ഏലിയാവിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഏലിയാവ് 1 മാസത്തേക്കുള്ള അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുത്തോ കാക്ക? ഇല്ല. പിന്നെന്തായിരുന്നു? ഒരാഴ്ചത്തേക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. ഇതിപ്പോൾ ഏലിയാവ് എല്ലാ ദിവസവും ആരെ നോക്കിയിരിക്കണം? കാക്കയെ നോക്കിയിരിക്കണം. എല്ലാ ദിവസവും രാവിലെയാണോ വൈകിട്ടാണോ വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതാണെങ്കിലും എല്ലാ ദിവസവും അവൻ ആരെ നോക്കിയിരിക്കണം? കാക്കയെ നോക്കിയിരിക്കണം. എല്ലാ ദിവസവും തോട്ടിൽ പോയി വെള്ളം കുടിക്കണം. അതല്ലാതെ ഒരു സസ്റ്റനൻസ്. അതെന്തിനാണ് ഇങ്ങനെ ദൈവം ചെയ്തേക്കെന്ന് ചോദിച്ചാൽ, ടു കീപ് യു കണ്ടിന്യൂസ്ലി ട്രസ്റ്റിംഗ് ഇൻ ഗാഡ്. നിരന്തരം നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിനാണ്. ദൈവം അത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നും നമ്മൾ ഏത് നിമിഷവും, അല്ല ഞാൻ വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഓരോ ശ്വാസത്തിനും നാം ദൈവത്തോട് കടംപെട്ടിരിക്കുന്നു. ഈ അകത്തേക്ക് പോയ ശ്വാസം പുറത്തേക്ക് വരുമോ എന്നും ഇനി ഒന്ന് എടുക്കാൻ പറ്റുമോ എന്നും പോലും നമുക്കറിയാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ പേടിക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇത് എത്ര നാൾ നിലനിൽക്കുമെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. എന്നാൽ ഉറപ്പുള്ളൊരു കാര്യം, ഈ നിമിഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം തരുന്നുണ്ടെന്നുള്ളതാണ്. ഇന്ന് ജീവിക്കാനുള്ള ആഹാരം തന്നു, വസ്ത്രം തന്നു, പാർപ്പിടം തന്നു. അവൻ ഇന്നെന്നെ പുലർത്തുന്നു. ഈ ദൈവത്തിന് നന്ദി പറയുകയും ഇങ്ങനെ എന്നെ അങ്ങോട്ട് പുലർത്തണം. അതുകൊണ്ടാണ് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ മോഷ്ടിക്കാൻ പോകാതിരിക്കേണ്ടതിന് എന്നെ ദരിദ്രനാക്കരുത്, ഞാൻ ദൈവത്തെ തള്ളി പറയാതിരിക്കേണ്ടതിന് എന്നെ ധനികൻ ആക്കരുത്, എനിക്ക് അന്നന്ന് വേണ്ടത് തന്ന് എന്നെ നടത്തണം. ഇതാണ് കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. എബൌട്ട് അവർ ഡെയിലി നീഡ്സ്, നമ്മുടെ അനുദിന ആവശ്യങ്ങളെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത് അന്നന്ന് ആവശ്യമുള്ളത്. ഓരോ ദിവസവും ഓരോ നിമിഷവും ഇതൊക്കെ നമുക്ക് ഓരോ നിമിഷവും ആവശ്യമുണ്ടെന്ന്. ഇപ്പോൾ ഒരു സാക്ഷ്യത്തിന് സമയം തന്നാൽ, സാക്ഷ്യത്തിന് സമയം തരുന്നില്ല, തന്നാൽ നിങ്ങൾ മിക്കവാറും ആളുകൾ ചാടി എഴുന്നേറ്റ് ഒരു കാര്യം പറയുമെന്ന് എനിക്കറിയാം, ദിവസം തോറും എന്നെ ദൈവം പുലർത്തുന്നു, ഓരോ നിമിഷവും എൻ്റെ കർത്താവ് എന്നെ പുലർത്തുന്നു. എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഭാരപ്പെട്ടെങ്കിലും എൻ്റെ ദൈവം വളരെ വിശ്വസ്തനായിരുന്നു, അല്ലേ? നാം അവിശ്വസ്തരായി തീർന്നപ്പോഴും അവൻ വിശ്വസ്തനായി പാർത്ത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും എനിക്ക് ഇന്നുവരെയും നടത്തി തന്നു. എനിക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ദൈവം ഇതുവരെ എന്നെ കൊണ്ടുവന്നെന്നുള്ളതൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ കാര്യം ഞാൻ പറയുക, നിങ്ങളുടെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. വി ഡോണ്ട് നോ ഹൗ ഗോഡ് ഹസ്. അതുകൊണ്ടാണ് ഇന്നയോളം എന്നെ പുലർത്തിയ ദൈവം, ഇന്നയോളം, അല്ലേ? എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് നന്മകൾ സമൃദ്ധിയായി നമ്മുടെ മേൽ പകർന്ന് ഇന്നുവരെയും നമ്മളെ നടത്തിയ ഒരു ദൈവം. ആ ദൈവം
ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ എന്താ പറയേണ്ടത്? ഇന്ന് ആവശ്യമായ അപ്പം ഞങ്ങൾക്ക് നൽകണം. ബാക്കി കാര്യങ്ങളൊക്കെ ലീവ്. അങ്ങനെ എന്നത്തേക്കുള്ള എന്നാൽ പിന്നെ ദൈവത്തെ നമുക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ആഹാരം ഒരു മിറക്കിളാണ്, നാം ജീവിച്ചിരിക്കുന്ന ഒരു മിറക്കിളാണ്, നാം നമ്മളെ പുലർത്തുന്ന വിധങ്ങളെല്ലാം അത്ഭുതമാണ്. അത്യന്തം അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന് നമുക്ക് നന്ദിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതിനായിട്ട് മാറ്റാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, യുവർ ഫുഡ് ഈസ് എ മിറക്കിൾ, യുവർ സസ്റ്റനൻസ് ഈസ് എ മിറക്കിൾ. ആഹാരം ഒരു അത്ഭുതമാണ്, നാം ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ്. നമ്മളെപ്പോലെ അനേകം ആളുകൾ ഇങ്ങനെ ആരോഗ്യത്തോടെ ആഹാരം കഴിച്ച് വസ്ത്രം ധരിച്ചിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ ഈ അവസ്ഥയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു മഹാത്ഭുതമാണ്. അത് തിരിച്ചറിഞ്ഞ് അനുഭവിക്കുന്നതൊക്കെ എങ്ങനെ അനുഭവിക്കണം എന്നാണ് പറഞ്ഞത്? സ്തോത്രത്തോടെ. അനുഭവിക്കുന്നതൊക്കെ സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കണ്ടിന്യൂസ് ട്രസ്റ്റ്, നിരന്തരമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മളെ പുലർത്തുവാൻ, നമ്മളെ നടത്തുവാൻ, നമ്മളെ നിലനിർത്തുവാൻ നമ്മുടെ ദൈവം മതിയായവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ അത്ഭുതത്തിനായി, കരുണയ്ക്കായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് കർത്താവ്, ഞങ്ങൾ ആഹാരം കഴിക്കുന്നത്, ഞങ്ങൾ വസ്ത്രം ധരിക്കുന്നത്, ഞങ്ങളുടെ കർത്താവ് അസ്തിത്വം എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പലപ്പോഴും കർത്താവ് ഞങ്ങളിത് ചിന്തിക്കാതെ പോകുന്നുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് അന്നന്ന് ആവശ്യമുള്ളതൊക്കെ തന്ന് അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തുന്ന ഈ അത്ഭുതത്തിൻ്റെ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സ്തോത്രത്തോടെ അനുഭവിപ്പാൻ തക്ക വേണം. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എപ്പോഴും കർത്താവിന് സ്തോത്രം ചെയ്യുവാനും അവൻ്റെ നാമം മാത്രം മഹത്വപ്പെടുവാനും തക്കവണ്ണം പിന്നെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഗ്രസീവ്നെസ്, ഞങ്ങളുടെ സെൽഫിഷ്നെസ്, കർത്താവ് ഞങ്ങൾക്ക് അന്യായമായിട്ട് വരുന്ന ചിന്തകൾ, പ്രാർത്ഥനകളൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് അന്നന്നത്തെ കാര്യങ്ങൾ ചിന്തിച്ച് ഓരോ ദിവസവും കർത്താവ് ജീവിക്കുന്നതിനുള്ള കൃപ തന്ന് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കൃപയാൽ ഞങ്ങളെ നിറച്ചാട്ടെ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.